ഹലോ ഗൈസ്, ഇറ്റ്സ് ക്രേസി വാം. നമുക്കൊന്ന് സ്റ്റാൻഡേർഡ് 10 SS1 ആണ്, അതായത് ഹിസ്റ്ററി ടെസ്റ്റിൽ 8ാമത്തെ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 സെക്ഷൻ വീഡിയോ ആണിത്. ഓക്കെ, കേരളം ആധുനികതയിലേക്ക്. ഇതിലെന്തുവാ പഠിച്ചത്? നമ്മൾ കേരളത്തിൽ ഏതൊക്കെ തരത്തിലാണ് സാമൂഹിക രീതിയിലുള്ള ചേഞ്ചസ് വന്നത്, അല്ലെങ്കിൽ സാംസ്കാരിക രീതിയിലുള്ള ചേഞ്ചസ് എങ്ങനെയാണ് വന്നത്, അതിനെപ്പറ്റിയൊക്കെയാണ് പറഞ്ഞത്. ആദ്യം വാസ്കോ ഡ ഗാമ വരുന്നു, അല്ലെങ്കിൽ യൂറോപ്യന്മാർ കേരളത്തിലേക്ക് എത്തിച്ചേരുന്നു. ആദ്യം കോഴിക്കോട് എത്തുന്നു. സാമൂതിരിയുമായിട്ട് ഒത്തുചേരാൻ കഴിയാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു, അവരവിടെ നിന്ന് കൊച്ചി രാജാവുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നു. അവിടെ കൊച്ചി രാജാവുമായി ചേർന്നുകൊണ്ട് കോഴിക്കോട് രാജാവിനെ നേരിടാം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് അങ്ങനെ ഒരു പരിപാടിക്ക് പോകുന്നത്. പിന്നെ നമ്മൾ കുഞ്ഞാലിമരക്കാന്മാരെ പറ്റി പറയുന്നുണ്ട്. അതായത് ആരായിരുന്നടെ? സാമൂതിരിയുടെ, അതായത് കോഴിക്കോട് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരെയാണ് കുഞ്ഞാലിമരക്കാന്മാർ എന്ന് അറിയപ്പെട്ടിരുന്നത്. അതിൽ മെയിനായിട്ട് എടുത്തു പറയുന്ന ഒരാൾ കുഞ്ഞാലിമരക്കാൻ മൂന്നാമനാണ്. അദ്ദേഹം ചാലിയം കോട്ട പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും തിരികെ പിടിച്ചത് അദ്ദേഹമാണ്. ഓക്കെ, കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിച്ച് സാമൂതിരിക്ക് നൽകിയത് ഈ കുഞ്ഞാലിമരക്കാൻ മൂന്നാമനാണ്. ഓക്കെ, പിന്നെ അതിനെപ്പറ്റി ഒരു കൃതിയുടെ കാര്യവും പറയുന്നുണ്ട്. ഫത്ഹുൽ മുബീൻ എന്ന് പറഞ്ഞിട്ട് ഈ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് എഴുതിയ ഒരു കൃതിയുടെ കാര്യവും മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് ബ്രിട്ടീഷുകാരെ കൂടാതെ പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അവർ മെയിനായിട്ട് സുഗന്ധദ്രവ്യങ്ങൾ തേടിയാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ വന്നവർ തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്നു. 1663 ഡച്ചുകാരും പോർച്ചുഗീസും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ എന്ത് ചെയ്തു, കേരളത്തിൽ നിന്ന് തുരത്തി എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 1749 ആരാണ് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി മാർത്താണ്ഡവർമ്മ, അതായത് തിരുവിതാംകൂറിലെ ഭരണാധികാരി, കുളച്ചൽ യുദ്ധത്തിൽ ആരെ പരാജയപ്പെടുത്തി? ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഡച്ചുകാർക്ക് ഏറ്റ ഒരു വലിയ തിരിച്ചടിയായിരുന്നു ആ പരാജയം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ പിന്നെ ആരുണ്ട്? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒടുവിൽ കൂടുതൽ മെജോറിറ്റി ബാക്കി വന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ് കൂടുതലായും കേരളത്തിൽ ബാക്കി വന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ കോൺഫ്ലിക്റ്റ് കഴിയുമ്പോഴും എന്ത് പറ്റുന്നുണ്ട്, കുറേ പേര് തിരികെ പോകുന്നുണ്ട് പരാജയം സമ്മതിച്ച്. ഓക്കെ, അപ്പം ബാക്കി വന്നത് ഈ ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ പിന്നെ എന്ത് ചെയ്തു, ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുവാണ്, കേരളത്തിലേക്ക് കൊണ്ടുവരുവാണ്. 1615 എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി കേരളത്തിലെ നമ്മുടെ സാമൂതിരിയായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു ഉടമ്പടി ഉണ്ടാക്കും. പിന്നെ എന്ത് ചെയ്യും, വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അഞ്ചുതെങ്കിലും ഒക്കെ ഈ സംരംഭക കേന്ദ്രങ്ങൾ, അതായത് സംഭരണ കേന്ദ്രങ്ങൾ, നമ്മൾ ഈ ഇവർ ശേഖരിക്കുന്ന വസ്തുക്കൾ, അഥവാ നമ്മളെ കുരുമുളക്, സുഗന്ധദ്രവ്യങ്ങൾ, അതൊക്കെ കൊണ്ടിട്ട് കൂട്ടി വയ്ക്കാൻ പറ്റിയൊരു ഗോഡൗൺ പോലെ ഉള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആരംഭിക്കുന്നുണ്ട്. അതിനുശേഷം അവർ എന്ത് ചെയ്യുന്നു, ആറ്റിങ്ങൽ റാണിയുടെ സമ്മതത്തോടു കൂടി അഞ്ചുതെങ്ങിൽ ഒരു കോട്ട പണിയാനുള്ള അനുവാദം കൂടെ നേടിയെടുക്കുന്നുണ്ട്. പക്ഷേ ആ കോട്ട പണിഞ്ഞത് അവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് എന്ത് ചെയ്തില്ല, ഇഷ്ടപ്പെട്ടില്ല. അവരെന്ത് ചെയ്തു, ഈ 1721 അവർ റാണിയെ കാണാൻ പോയ 150ഓളം പേരെ എന്ത് ചെയ്യുന്നുണ്ട്, വധിക്കുന്നുണ്ട്. ഇതിനെയാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്ന് ആദ്യത്തെ സംഘടിത കലാപമാണ് ഈ ആറ്റിങ്ങൽ കലാപം. അത് കഴിഞ്ഞിട്ട് എന്തോ പറ്റി, പിന്നെ ഒരു കരാറിൻ്റെ കാര്യം പറയുന്നുണ്ട്. ശ്രീരംഗപട്ടണം സന്ധി എന്ന് പറഞ്ഞിട്ട് മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പിട്ടൊരു സന്ധിയാണ്, അല്ലെങ്കിൽ ഒരു കരാറാണ്. അത് പ്രകാരം മലബാർ ആരുടെ കയ്യിലായി? ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. അതായത് നമ്മൾ ഒരു ടൈം, അതായത് ഇവർ ഈ പണ്ടകശാല നിർമ്മിക്കുന്നു, കോട്ട നിർമ്മിക്കുന്നു. അതിനുശേഷം ഇവർ എങ്ങനെയാണ് ഈ കേരളത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ അവരുടെ കൈക്കുള്ളിലാക്കിയതെന്നാണ് പിന്നീട് പറയുന്നത്. ഈ മലബാർ പ്രദേശം ഈ ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ കയ്യിലാവുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ സ്ഥലത്ത് തിരുവിതാംകൂറിൽ ഭരണം 1795 ആയപ്പോഴത്തേക്ക് എന്ത് പറ്റി, ഈ പറയുന്ന ബ്രിട്ടീഷ് മേൽക്കോയ്മ തിരുവിതാംകൂറും അംഗീകരിച്ചു. ഓക്കെ, അതുപോലെ തന്നെയാണ് കൊച്ചി എന്ത് ചെയ്യുന്നത്, അംഗീകരിച്ചത്. അങ്ങനെ 18ാം നൂറ്റാണ്ടോടെയൊക്കെ ആയപ്പോൾ പൂർണ്ണമായും കേരളത്തിൽ ആധിപത്യം ആരുറപ്പിച്ചു? ഈ ബ്രിട്ടീഷുകാർ ഉറപ്പിച്ചു, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി കേരളം എന്ന് പറയാം. പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്ത് നിൽപ്പുകളുടെ കാര്യമാണ് പറയുന്നത്. അതായത് നികുതി കൊടുക്കുക, നികുതി വാങ്ങുക, സാമന്തരാകുക, രാജാക്കന്മാരിൽ നിന്ന് നികുതി ഈടാക്കുക, അങ്ങനെ നികുതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആദ്യ കലാപങ്ങൾ ഉണ്ടാവുന്നത്. അതിൽ ആദ്യം പറയുന്ന പഴശ്ശി കലാപങ്ങളാണ്. അതായത് കോട്ടയം രാജകുടുംബത്തിൽപ്പെട്ട ആളാണ് ഈ കേരളവർമ്മ പഴശ്ശി രാജ. അദ്ദേഹത്തിന്
മൈസൂർ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായിട്ട് കോട്ടയം പ്രദേശത്ത് നികുതി പിരിക്കാനുള്ള അധികാരം നൽകാമെന്ന് പറഞ്ഞു പറ്റിച്ചു. പക്ഷെ കൊടുത്തില്ല. പകരം എന്ത് പറഞ്ഞിട്ടേ അവർക്ക് വയനാട് കൂടെ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് അത് ഇഷ്ടപ്പെടാത്ത പരിപാടിയായി. പുള്ളി അവിടെയുള്ള കുറിച്ച വിഭാഗങ്ങളുമായിട്ടൊക്കെ കൂടിച്ചേർന്ന് ഒളിപ്പോര് നടത്തി. ആർക്ക് നേരെ? ബ്രിട്ടീഷ് സൈന്യത്തിന് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർക്ക് നേരെ ഒളിപ്പോര് നടത്തുകയും കുറേ നാൾ ഈ പറയുന്ന ബ്രിട്ടീഷ് സൈന്യത്തിന് പഴശ്ശിരാജയുടെ ഒളിപ്പോരിന് മേലെ എന്ത് ചെയ്യേണ്ടി പിടിച്ചു നിൽക്കേണ്ടി വന്നു. കാര്യം അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു. അത് പുതിയൊരു ആക്രമണ രീതിയായിരുന്നത്. അപ്പോൾ അതിന് മുമ്പിൽ കുറച്ച് ബ്രിട്ടീഷുകാർ പതറിയെങ്കിലും പിന്നീട് എന്ത് ചെയ്തിട്ട് അദ്ദേഹത്തെ വധിക്കുകയാണ് ചെയ്തത്. 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടു. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ് കേരള സിംഹം എന്ന് പറഞ്ഞ പേരിൽ ഒരു ചരിത്ര നോവലാണ്. KM പണിക്കരാണ് അത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വേലുത്തമ്പി തിളവയെ പറ്റി പറയുന്നു. അദ്ദേഹം ഇതുപോലെ എന്താണ് തിരുവിതാംകൂറിലും കൊച്ചിയിലുമുള്ള ഭരണകാര്യങ്ങളിൽ ബ്രിട്ടീഷ് എന്ത് ചെയ്യുന്നുണ്ട്, ഇടപെടുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് വേലുത്തമ്പിയും പാലിയത്തച്ഛനും അതിനെതിരെ പ്രതിഷേധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് 1809 ജാനുവരി 11 വേലുത്തമ്പി തിളവ കുണ്ടറ വിളംബരം നടത്തുന്നത്. എല്ലാവരോടും പറയുന്നു ആയുധമെടുത്ത് ബ്രിട്ടീഷുകാരോടെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് പുള്ളി ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തത്. പുള്ളിയെ അവസാനം എന്ത് ചെയ്യുന്നു, പിടിക്കപ്പെടും എന്നുള്ള ഒരു സ്ഥിതിയിലെത്തുന്ന ബ്രിട്ടീഷ് സൈന്യത്തിനെതിരല്ലേ പോരാടുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ കയ്യിൽ അകപ്പെടും എന്ന് വന്നപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്, മണ്ണടിയിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്യുവാണ് ചെയ്യുന്നത്. ഈ പാലിയത്തച്ഛനെ അവരെന്ത് ചെയ്തു, അവർ നാട് കടത്തുകയും ചെയ്തായിരുന്നു. പാലിയത്തച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ദിവാനായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നു, വിദേശ കമ്പോളങ്ങളിൽ എത്തുന്നു. നമ്മൾ എത്തിയ കുറേ ഉൽപ്പന്നങ്ങളുടെ കാര്യമാണ് പിന്നെ പറഞ്ഞത്. നമ്മൾ കയറ്റുമതി ചെയ്യുന്നത്, ഇറക്കുമതി ചെയ്യുന്നത്. അതുപോലെ ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉയർന്ന വിലയ്ക്ക് നമ്മുടെ കമ്പോളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യവും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അവരുടെ ഈ പറയുന്ന വാണിജ്യം ബെറ്റർ ആക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ വാണിജ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവരിവിടെ വികസനം പോലെ കൊണ്ടുവന്നിട്ടുള്ളത്. റെയിൽപാത ഉണ്ടാക്കുക, റോഡുകൾ ഉണ്ടാക്കുക, അതുപോലെ ജലഗതാഗത മാർഗ്ഗങ്ങൾ നന്നാക്കുക, പാലങ്ങൾ, റോഡുകൾ അതെല്ലാം പണിയുക, ഇതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഭൂബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങൾ അതെന്ത് വരുന്നത്, നമ്മൾ ഭൂമിയുടെ അധികാരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റം വന്നിട്ടുണ്ട്. ഭൂമിയുടെ അവകാശികൾ ജന്മിമാരായിരുന്നു ആദ്യം. പിന്നീട് അതെന്താക്കി, അത് കർഷകർക്കാണ് ഭൂമിയുടെ അവകാശം എന്നും പറഞ്ഞ് അങ്ങ് കൊടുത്തു. പക്ഷെ അത് പേരിന് മാത്രമേ ഉള്ളൂ എന്ത്, കർഷകർക്കാണ് അതിൻ്റെ അവകാശം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ജന്മിയുടെ അണ്ടറിലുള്ള കർഷകർക്ക് ആ ഭൂമിയുടെ അവകാശമുണ്ടെങ്കിലും അതിൽ കൃഷി ചെയ്യുന്നതും അതിൽ നിന്നുള്ള നികുതിയൊക്കെ ആര് കൊടുത്തുകൊണ്ടിരിക്കണം, ഈ കർഷകർ കൊടുത്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഈ പറയുന്ന ഭൂമിയുടെ അവകാശം കർഷകർക്ക് കൊടുത്തിട്ട് എന്ത് വന്നിട്ടില്ല, അവരുടെ ജീവിതം ഒരു ബെറ്ററൊന്നും ആയിട്ടില്ല. ഓക്കെ, അതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറഞ്ഞതുകൊണ്ട് ഈ കാര്യങ്ങളാണ്. ഈ പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറയുന്ന പണ്ടാരവക ഭൂമി കർഷകന് പതിച്ചു കൊടുക്കുന്ന വിളംബരമാണ് 1865 തിരുവിതാംകൂറിലാണ് നടന്നത്. അതുപോലെ കുടിയായ്മ നിയമം എന്ന് പറയുന്ന കൊച്ചിയിൽ 1914 പാസ്സാക്കിയതാണ്. പിന്നെ മലബാറിലാണെങ്കിൽ മലബാർ കുടിയായ്മ നിയമം. ഇതെല്ലാം ഭൂമി ആർക്ക് പതിച്ചു കൊടുക്കുന്നതാണ്, ഈ പറയുന്ന കർഷകർക്ക്. ഭൂമിയുടെ അവകാശം കർഷകന് എന്നുള്ള രീതിക്കുള്ള നിയമങ്ങളാണ്. പക്ഷേ ഈ നിയമം മൂലം അവർക്ക് ആ ഭൂമിയിൽ എന്ത് ലഭിക്കുന്നില്ല, കംപ്ലീറ്റ് അവകാശം ലഭിക്കുന്നതെന്ന് പറയുന്നത് പേരിന് മാത്രമാണ്. ഇപ്പോഴും അവർ ജന്മിയുടെ അണ്ടറിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ജന്മിയുടെ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്നു, ഇപ്പോൾ അവരുടെ പേരിലുള്ള ഭൂമി കൃഷി ചെയ്ത് നികുതി ആർക്ക് കൊടുക്കുന്നു, ജന്മിക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു വ്യവസ്ഥിതിയാണ് നിലനിന്നിരുന്നത്. പിന്നെ കാർഷിക മേഖലയിൽ വന്ന വാണിജ്യവൽക്കരണത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഭക്ഷ്യവിളകൾ കൃഷി ചെയ്തിരുന്ന നമ്മൾ ഇങ്ങോട്ട് മാറുന്നു, വാണിജ്യ വിളകളിലേക്ക് മാറുന്നു. അപ്പോൾ ഭക്ഷ്യക്ഷാമം രൂക്ഷമായ സ്ഥിതിയിലേക്ക് നമ്മൾ പോകുന്നു. പിന്നീട് നമ്മൾ എന്ത് കൃഷി ചെയ്യുന്നുണ്ട്, മരച്ചീനി കൃഷി ചെയ്യാൻ നോക്കുന്നു. അതായത് ഈ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വേണ്ടി മരച്ചീനി കൃഷി ചെയ്യുന്ന കാര്യവും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കനോലി പ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് അവർ തേക്ക് പാടം അല്ലെങ്കിൽ തേക്ക് മരങ്ങളുടെ ഒരു പ്ലോട്ട് അത് എന്തോ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. തേക്ക് മരങ്ങൾ നട്ട് വളർത്താൻ വേണ്ടിയിട്ടുണ്ട്. 1500 ഏക്കർ പെരേടം എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്ത് അവർ തന്നെ തേക്ക് മരമൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്. അവർക്ക് കപ്പലുണ്ടാക്കാൻ എങ്ങാണ്ടായിരുന്നു. അത് ഇപ്പോൾ കറണ്ട്ലി എന്താണ്, കനോലി പ്ലോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ തോട്ട വ്യവസായങ്ങളുടെയും അതുപോലെ പരമ്പരാഗത വ്യവസായങ്ങളുടെയും വളർച്ചയെന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതായത് ഈ തോട്ട വ്യവസായങ്ങൾ എന്ന് പറഞ്ഞാൽ തേയില, കാപ്പി അങ്ങനെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് വ്യവസായം കുറേ കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരമ്പരാഗത വ്യവസായങ്ങളായിട്ടുള്ള കയറ്, അതുപോലെ നാളികേരം, കശുവണ്ടി, കൈത്തറി, ബീഡി, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വികസനം കൈവരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു വ്യവസായമല്ല, ആ സമയത്ത് മിക്കവാറുമുള്ള ഏകദേശമുള്ള എല്ലാ ടൈപ്പ് വ്യവസായങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, വളർച്ച പ്രാപിച്ചിട്ടുണ്ട്. അതിലവർ കുറച്ച് ഫാക്ടറികളുടെ കാര്യവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. എവിടെയൊക്കെയാണ് എന്തൊക്കെ ഫാക്ടറികളാണ് ഉണ്ടാക്കിയത്,
പിന്നെ ആധുനിക വ്യവസായങ്ങളുടെ ഉദയത്തിന് കാരണമായത് ഈ പറയുന്ന പള്ളിവാസൽ ജലവൈദ്യുത നിലയമാണ്. വൈദ്യുതിയുടെ വരവോടുകൂടി ഈ പറയുന്ന പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ തോട്ടവിള, അതുമായി ബന്ധപ്പെട്ട വ്യവസായം, ഇതൊന്നും അല്ലാത്ത പുതിയ പുതിയ ടൈപ്പ് ഓഫ് വ്യവസായങ്ങൾ എന്ത് ചെയ്യുന്നു, ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. അതിൽ കുറേ എണ്ണം പറയുന്നുണ്ട്. പേപ്പർ മില്ലുകൾ വരുന്നുണ്ട്, ഫാക്ടിൻ്റെ കാര്യം, കുണ്ടറ സിറാമിക്സ്, അങ്ങനെയൊക്കെ കുറേ എണ്ണം പറയുന്നുണ്ട്. അതിൻ്റെ ആസ്ഥാനത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ ബാങ്കുകൾ രൂപപ്പെട്ടു. ആദ്യത്തെ ഉണ്ടായ അല്ലെങ്കിൽ ആദ്യം രൂപപ്പെട്ട ബാങ്ക് എന്ന് പറയുന്നത് നെടുങ്ങാടി ബാങ്കായിരുന്നു. പിന്നീട് ഇമ്പീരിയൽ ബാങ്കും നാഷണൽ ബാങ്കും ചാർട്ടേഡ് ബാങ്കും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ വന്നിട്ടുണ്ട്. പിന്നെ പറയുന്നത് സാംസ്കാരിക മേഖലയിൽ ബ്രിട്ടീഷിൻ്റെ സ്വാധീനത്തെ പറ്റിയാണ്. അതായത് ഏറ്റവും കൂടുതൽ മിഷണറിമാരുടെ ഒരു കാര്യം പറയുന്നുണ്ട്. ജെസ്യൂട്ട് മിഷണറിമാരാണ് കൂടുതൽ എന്ത് ചെയ്തത്, ഈ വ്യാകരണ ഗ്രന്ഥങ്ങൾ, നിഘണ്ടുകൾ അതിലൊക്കെ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ച ഈ ജെസ്യൂട്ട് മിഷണറിമാരാണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയെന്ന് പറയുന്നുണ്ട്. മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു രൂപീകരിച്ചത് അർണോസ് പാതിരിയാണ്. പിന്നെ മലയാള ഭാഷയിലെ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്നു. പിന്നെ ബെഞ്ചമിൻ ബ്രൈറ്റ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും അതുപോലെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഹെർമൻ ഗുണ്ടട്ടുമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടാണ് 2 പത്രങ്ങൾ, ആദ്യത്തെ പത്രങ്ങളാണ് രാജ്യസമാചാരവും അതുപോലെ പശ്ചിമോദയവും എന്ന് പറയുന്ന ഹെർമൻ ഗുണ്ടട്ടാണ്. ഓക്കെ. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വിദ്യാഭ്യാസത്തിന് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് ഒരു വിളംബരം പുറപ്പെടുവിച്ചത് 1817 ഗൗരി പാർവതി ഭായി ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തോന്നാണ് പറഞ്ഞത്, എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള സെക്ഷൻസ്, ഇപ്പോൾ പറഞ്ഞ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞു, നമ്മുടെ സംസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് ശിക്ഷാവിധികളിൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള രീതിക്കുള്ള ഒരു ശിക്ഷാ രീതി കൊണ്ടുവരാൻ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. അതുപോലെ ആരോഗ്യത്തിൻ്റെ കേസിൽ നമ്മൾ ആയുർവേദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. നമുക്ക് എന്ത് വന്നോട്ടെ, നമ്മുടെ അടുത്തേക്ക് അവർ ആധുനിക വൈദ്യശാസ്ത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നു, അസൂരി തടയാനൊക്കെ കുത്തിവയ്പ്പൊക്കെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാരാണ്. പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന പിന്തുടർച്ച അവകാശ ക്രമത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ മറിച്ചിട്ടുണ്ട്. അങ്ങനെ പലതും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ കൊണ്ടുവന്ന ചേഞ്ചുകൾ ഒരു രീതിക്ക് ദോഷവും ഒരു രീതിക്ക് എന്തുവാണ്, നമുക്ക് ഗുണകരവുമായിട്ടുള്ള ചേഞ്ചുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹിക മാറ്റങ്ങളുമാണ്. നമുക്ക് പലതരത്തിലുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ അതിനെപ്പറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, അതുമൂലം ഉണ്ടായ സാമൂഹ്യ മാറ്റം, അതൊക്കെ പറ്റിയാണ് ഇനി പഠിക്കാനുള്ളത്. പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹിക മാറ്റങ്ങളും. കേരളം ഒരു ഭ്രാന്താലയം. ആരാ പറഞ്ഞത്? ഇത് നമ്മൾ ഒരുപാട് കേട്ട് പഴകിച്ച ഒരു ഡയലോഗാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ്. മലബാറിൽ കേരളം ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. സവർണർ നടക്കുന്ന വഴിയിൽ കൂടി അവർണന് നടന്നുകൂടാ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്. അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ. ഓക്കെ. അപ്പം കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. 1897 മദ്രാശിയിലുള്ള ഏതോ ഒരു പ്രസംഗത്തിൽ ഉള്ള ഭാഗവും എങ്ങാണ്ടാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. 19ാം നൂറ്റാണ്ടിലെ കേരളത്തിന്റെ സാമൂഹിക അവസ്ഥ വിശദമാക്കുന്ന സ്വാമി വിവേകാനന്ദന്റെ പരാമർശം ശ്രദ്ധിച്ചല്ലോ. അതായത് എന്താണ്, അവർണനൊരു പാത, സവർണനൊരു പാത എന്നുള്ള രീതിയാണ് നമ്മൾ പിന്തുടർന്നിരുന്നത്. ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം അക്കാലത്ത് കേരളത്തിൽ ശക്തമായിരുന്നു. താഴ്ന്ന ജാതിക്കാരെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായാണ് കണക്കാക്കിയിരുന്നത്. ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ പദവി തീരുമാനിച്ചിരുന്നത് ജനിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയായിരുന്നു. ഓരോ ജാതിയിലും ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എന്ത് ചെയ്തിരുന്നു, നിലനിന്നിരുന്നു. ഒരുപാട് തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്നിരുന്നു. ഓക്കെ. നിലനിന്നിരുന്നു എന്ന് നമുക്ക് പാസ്റ്റ് ടെൻസിൽ പറയാമെങ്കിലും ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. നമുക്ക് കറണ്ട്ലി എടുത്തുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്. ഓക്കെ. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രചാരവും പാശ്ചാത്യ ആശയങ്ങളോടുള്ള സമ്പർക്കവും മൂലം ജാതി വ്യവസ്ഥിതിയുടെയും അന്ധവിശ്വാസങ്ങളുടെയും യുക്തിരാഹിത്യം കേരളീയർക്ക് ബോധ്യമായി. എന്താണ് സംഭവിച്ചത്? നമ്മുടെ ആദ്യം പഠിച്ച സമയത്ത് അല്ലെങ്കിൽ ആദ്യകാല കേരളത്തിൽ വിദ്യാലയങ്ങൾ ഇല്ല, ഗുരുകുല ആ ഒരു പരിപാടിയായിരുന്നു. പക്ഷെ അതും എന്താണ്, അവർണന് അതിനുള്ള അവകാശമില്ല. സവർണ ജാതിക്കാർക്ക് അല്ലെങ്കിൽ കുലത്തിലുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 1816 കണ്ടല്ലേ ഗൗരി ലക്ഷ്മി ഭായിയോ അല്ലേ പുള്ളിക്കാരുടെ പേര്, ഗൗരി പാർവതി ഭായി 1817 എന്ത് ചെയ്തു, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് ഒരു വിളംബരം പുറപ്പെടുവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ ചേഞ്ചുകൾ വന്നതോടുകൂടി എന്ത് ചെയ്യുന്നു, ആൾക്കാർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം ലഭിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ എന്ത് പറ്റും, ഇതെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും, എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ. അതിൻ്റെ കാര്യമാണ് എഴുതിയേക്കുന്നത്. അതിന് വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. ജാതി വ്യവസ്ഥയുടെ
അതായത് ജാതി വ്യവസ്ഥ വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന താഴ്ന്ന ജാതിക്കാരെ നമ്മൾ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും അങ്ങനെയൊക്കെയാണ് കണക്കാക്കിയിരുന്നത്. ഒരു വ്യക്തിയുടെ സാമൂഹിക പദവി അയാൾ ജനിച്ച ജാതി അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. അല്ലാതെ അദ്ദേഹത്തിന്റെ കഴിവിനോ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിനോ ഒന്നും എന്തില്ല, അവിടെ പ്രാധാന്യമില്ല. പുള്ളി ഏത് ജാതിയിലാണ് ജനിച്ചത് എന്നതിന്റെ ബേസിസിലായിരിക്കും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എന്ത് ചെയ്യുന്നു, അവിടെ നിലനിന്നിരുന്നു. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രചാരം, അതായത് വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നു, വിദ്യ അഭ്യസിക്കപ്പെടുന്നു, ആളുകൾ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിന്റെ പ്രചാരം മൂലം പാശ്ചാത്യ ആശയങ്ങളോടുള്ള സമ്പർക്കവും മൂലം ജാതി വ്യവസ്ഥിതിയുടെയും അന്ധവിശ്വാസങ്ങളുടെയും യുക്തിരാഹിത്യം കേരളീയർക്ക് ബോധ്യമായി. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ടാണ് അവർ ഇത് എന്ത് ചെയ്യുന്നത്, ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു അനുഷ്ഠാനം നമ്മൾ അനുഷ്ഠിക്കുന്നു, എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു? ഓക്കെ, ഇത് ഒരു വിശ്വാസം ചെയ്യുന്നു, അതൊരു അന്ധവിശ്വാസമാണോ അതൊരു നല്ല വിശ്വാസമാണോ? ഇങ്ങനെ ചോദിക്കാൻ പറ്റുന്നത് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അവർ ചെയ്യുന്നു അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നു. അതെന്താണ്, ഏതാണ്, എന്തുകൊണ്ടാണ്, അങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ചിന്തിക്കത്തില്ല. ഓക്കെ, അപ്പം ഈ പറയുന്ന ഇതൊക്കെ വെറും ഈ വിശ്വാസങ്ങളൊക്കെയും അന്ധവിശ്വാസങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെതിരെ എന്തുവാണ് അത് ഈ സമൂഹത്തിൽ നിന്ന് തേച്ച് മാച്ച് കളയേണ്ടതാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിലെ അസമത്വങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. അപ്പോൾ സമൂഹത്തിൽ ഇപ്പോൾ അസമത്വങ്ങളുണ്ട്, ജാതീയമായിട്ടുള്ള അസമത്വങ്ങൾ, വർണ്ണവിവേചനം ഉണ്ടായിരുന്ന ചാതുർവർണ്ണ വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു ഏരിയയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലുള്ള അസമത്വങ്ങൾ ഉണ്ടായിരുന്നു, അനാചാരങ്ങളും ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള അനാചാരങ്ങൾ. നമ്മൾ പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. സതി എന്ന് പറഞ്ഞൊരു അനാചാരത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതുകൂടാതെ പലതരത്തിലുള്ള അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം എന്ത് ചെയ്യണം, ഇതെല്ലാം ഇല്ലാതാക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് എല്ലാവർക്കും തുല്യതയുള്ളൊരു സമൂഹം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നു. എന്നിട്ട് തന്നിരിക്കുന്നത് ഓരോ സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളുമാണ്. ആദ്യത്തെ ആളാണ് വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുന്നതിൻ്റെ പുള്ളിയുടെ പ്രസ്ഥാനം, പുള്ളി രൂപീകരിച്ച പ്രസ്ഥാനത്തിൻ്റെ പേരാണ് സമത്വ സമാജം. അടുത്ത ആൾ ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണ്, കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെയാണ് പുള്ളി പോരാടിയത്. കൂട്ടുകുടുംബ വ്യവസ്ഥയിലേക്ക് പുള്ളിക്ക് താല്പര്യമില്ല. അതുപോലെ സംബന്ധം എന്ന് പറഞ്ഞു, മരുമക്കത്തായം എന്ന് പറഞ്ഞ് എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സംബന്ധം എന്ന് പറയുന്നത് അത് വിവാഹമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു പരിപാടിയാണ്, എനിക്ക് ഡീറ്റെയിലായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെയാണ് ആര് പോരാടിയത്, ചട്ടമ്പി സ്വാമികൾ പോരാടിയത്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഓക്കെ, ശ്രീനാരായണ ധർമ്മ പരിപാലന SNDP ആണെന്ന് തോന്നുന്നു, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ എന്ന് പറയും. പുള്ളി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നതിനായിരുന്നു പുള്ളിയുടെ പ്രവർത്തന മേഖല. ഇനി അടുത്ത അയ്യങ്കാളിയുടേതാണ് സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ, അത് പേരെ കേൾക്കുമ്പോൾ തന്നെ അറിയാം പുള്ളി അറിയുമെന്ന്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ. ഓക്കെ, തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ എന്ന് പറയുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. അതിനൊരു സഹോദരനുണ്ട്, ഇവിടെ ഒരു സഹോദരനുണ്ട്, അതുകൊണ്ട് അത് വെച്ചും അതും ഐഡന്റിഫൈ ചെയ്യാം. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. അപ്പോൾ അരയ സമാജം KP കറുപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. സമത്വ സമാജം ആരായിരുന്നു, വൈകുണ്ഠസ്വാമികൾ, അദ്ദേഹത്തിൻ്റെതാണ് എന്താണ് സമത്വ സമാജം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്തുവായിരുന്നു, മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി. അപ്പം നായർ സർവീസ് സൊസൈറ്റി NSS. ഓക്കെ, നായർ സർവീസ് സൊസൈറ്റി. പന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആര്. VT പട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. കുമാര ഗുരുദേവൻ എന്ന് പറയുന്നത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്ന ആളാണ് കുമാര ഗുരുദേവൻ എന്ന് അറിയപ്പെടുന്നതെന്ന് തോന്നുന്നു, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കോട്ടെ. പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കുമാര ഗുരുദേവൻ എന്നും പറഞ്ഞ് അറിയപ്പെടുന്നത്. ഇതാണ് ആള്. ഓക്കെ, പുള്ളിയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇനി എവിടെയും വരുമായിരിക്കും. ഓക്കെ, അപ്പോൾ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അതാണ് ആള്, അത് കാണിച്ച ആളാണേ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കാം എന്തായിരുന്നു. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. ചട്ടമ്പി സ്വാമി അങ്ങനെ ഒരു സമാജത്തിൻ്റെ ഒന്നും കാര്യം പറയുന്നില്ല.
പുള്ളി കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്കും സംബന്ധം മരുമക്കത്തായ എന്നിവയ്ക്കെതിരെയായിരുന്നു പോരാടിയത്. ഇനി ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മപരിപാലന യോഗ നമുക്ക് കണ്ടുപിടിക്കാം, ശ്രീനാരായണ പേരുള്ളതുകൊണ്ട്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെത് അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു എന്നുള്ളതാണ്. അയ്യൻകാളി സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി ഏതായിരുന്നു? തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. അരയ സമാജം KP കറുപ്പൻ. നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. കുഴപ്പമില്ലല്ലോ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ. യോഗക്ഷേമ സഭ എന്ന് പറയുമ്പോൾ VT ഭട്ടതിരിപ്പാട്. നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ. KP കറുപ്പൻ അല്ലെങ്കിൽ പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. ഓക്കെ, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. പൊതുവെ തിരിഞ്ഞു പോകുന്നത് ഈ സാധുജന പരിപാലന സംഘം, അരയ സമാജം, പിന്നെ അത് വരുന്നത് പിന്നെ ഇത് തമ്മിൽ യോഗക്ഷേമ സഭ, പ്രത്യക്ഷ രക്ഷാ ദേവസഭ, ആത്മവിദ്യാ സംഘം. ഇനി ഒന്നുകൂടെ ഉണ്ടായിരുന്നല്ലോ, സമത്വ സമാജം. ഓക്കെ, സമത്വം ആണെങ്കിൽ അത് വൈകുണ്ഠസ്വാമികളാണ്, മാറിപ്പോരുത്. സാധുജന പരിപാലന അയ്യങ്കാളി. ആത്മവിദ്യ എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദനാണ്. ഓക്കെ, ആത്മ എന്ന് പറഞ്ഞ് തുടങ്ങുന്നതൊക്കെ എനിക്കൊന്ന് ഈ പുള്ളിയുടേതാണ്. പുള്ളിയുടെ ഡീറ്റെയിൽസ് പഠിക്കുമ്പോഴത്തേക്ക് അത് വരും കേട്ടോ. ഇനി സഹോദര പ്രസ്ഥാനം, സഹോദര അയ്യപ്പ, നമുക്കതൊന്ന് കണ്ടുപിടിക്കാം. അരയ സമാജം KP കറുപ്പനാണ്. യോഗക്ഷേമം ഉണങ്ങി അത് VT ഭട്ടതിരിപ്പാടാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്നത് കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ. ഓക്കെ അല്ലേടെ? ഇച്ചിരി ലോങ് ആണ്, ഒന്നുകൂടെ നിങ്ങളൊന്ന് വായിച്ചൊക്കെ നോക്കി വെക്കണം, എങ്കിലും അത് ഓർത്തിരിക്കത്തുള്ളൂ, തിരിഞ്ഞു മറിഞ്ഞും പോകരുത്. ഓക്കെ, ഇനി എന്തുവാണെന്ന് നോക്കാം. അടുത്തത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമൂഹിക മാറ്റത്തിനായുള്ള സമരങ്ങൾക്ക് പ്രചോദനമേകി. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ വഴി എന്ത് ചെയ്യുവാണ്? സമൂഹം മാറാൻ വേണ്ടി പലതരത്തിലുള്ള സമരങ്ങൾ നടത്തുവാണ്. ഓക്കെ, മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾ പോരാട്ടം നടത്തി. ചാന്നാ ലഹള എന്ന് കേട്ടിട്ടില്ലേ? അതിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അതായത് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾ പോരാട്ടം നടത്തി. ഇതിനെ തുടർന്ന് 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിക്കാൻ ഉത്രം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനായി. അപ്പം ഉത്രം തിരുനാളാണ് മാറുമറയ്ക്കാനായിട്ടുള്ള മീൻസ് അവരുടെ എന്തുവാണ് അവകാശം നൽകിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. 1859 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി അവർ നടത്തിയതാണ് ചാന്നാർ ലഹള എന്ന് പറയുന്നത്. അതിൽ 1859 ഈ ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് ആരനുവദിച്ചു കൊടുത്തു? ഉത്രം തിരുനാൾ മഹാരാജാവാണ്. ആ പുള്ളിയുടെ പേരെന്ന് ഓർത്ത് വെച്ചേക്കണം. ഉത്രം തിരുനാൾ മഹാരാജാവാണ് കൊടുക്കുന്നത് ഈ അവകാശം. ഓക്കെ, ഇനി 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ സാമൂഹിക രംഗത്ത് പുതുചലനം സൃഷ്ടിച്ചു. അതായത് പ്രതിഷ്ഠ നടത്തുന്നത് എന്തിനാണ്? അമ്പലവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് ബ്രാഹ്മണർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യം എന്നുള്ളത് ആ ഒരു കോൺഫ്ലിക്റ്റിനെ അങ്ങ് എന്താണ് ഉടച്ചു വാർക്കാൻ വേണ്ടിയിട്ടാണ് 1888 ശ്രീനാരായണ ഗുരു എന്ത് ചെയ്യുന്നത്? അരുവിപ്പുറത്ത് ഈ ശിവപ്രതിഷ്ഠ നടത്തുന്നത്. സാമൂഹിക രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ക്ഷേത്രകർമ്മവും പൂജകളും ചെയ്യാനുള്ള അവകാശം അവർണ സമുദായത്തിൽ പെട്ടവർക്ക് കൂടി നേടിയെടുക്കാൻ ഇതിലൂടെ കഴിഞ്ഞു. അപ്പൊ നേരത്തെ അവർണ സമുദായത്തിൽ പെട്ടവർക്ക് അമ്പലത്തിൽ കയറാൻ പോലും എന്തില്ല? അവകാശമില്ല. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ കർമ്മം നിർവഹിക്കാൻ ഒട്ടും തന്നെ അവകാശമില്ലായിരുന്നു. ആ സമയത്താണ് ശ്രീനാരായണ ഗുരു എന്ത് ചെയ്യുന്നത്? അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നത്. ഒരു ശിവനെ പുള്ളി പ്രതിഷ്ഠിക്കുന്നു. ഓക്കെ, അത് ഈഴവ ശിവനാണെന്ന് പുള്ളി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് എന്താണ് ഈ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, മീൻസ് അവർണർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അമ്പലം, ഇങ്ങനെ ഒരു ശിവപ്രതിഷ്ഠ എന്നും പുള്ളി പറയുന്നുണ്ട്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് അരുവിപ്പുറത്ത് ക്ഷേത്രത്തിന് മുന്നിൽ ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തി. അപ്പോൾ അരുവിപ്പുറത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണിത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇവിടെ ജാതിഭേദവും ഇല്ല, മതദ്വേഷവും ഇല്ല, എല്ലാവരും സഹോദരങ്ങളെ സഹോദരങ്ങളെ പോലെ കാണപ്പെടുന്ന ഒരു മോഡൽ ഏരിയയാണ്, മാതൃക ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. എവിടെയാണ്? അരുവിപ്പുറത്താണ്. ഓക്കെ, ശിവപ്രതിഷ്ഠ നടത്തിയത് 1888. ഓക്കെ, ഒന്നുകൂടെ റിവൈസ് ചെയ്തു. ഓക്കെ, സാധുജന പരിപാലന സംഘം ആരാണ്? സാധുജന പരിപാലന സംഘത്തിന്റെ ആള് അയ്യങ്കാളിയാണ്. ഓക്കെ, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. പിന്നെ സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. അരയ സമാജം KP കറുപ്പൻ, സാധുജന പരിപാലന സംഘം അയ്യങ്കാളി, വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം.
പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുടേതായിരുന്നു? അത് കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാനാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ. പിന്നെ ഇനി എന്തുണ്ട്? ആത്മവിദ്യാ സംഘം ആരുടേതായിരുന്നു? വാഗ്ഭടാനന്ദൻ്റെതാണ് ആത്മവിദ്യാ സംഘം. ഓക്കെ, ഇനി അതെന്തായിരുന്നു പ്രശ്നമുള്ളത്? യോഗക്ഷേമ സഭ കുഴപ്പമില്ല, VT ഭട്ടതിരിപ്പാട് കുഴപ്പമില്ലല്ലോ അല്ലേ? ബാക്കി നോക്കാം. അപ്പം നമ്മൾ അരിവിപ്പുറത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഇടയ്ക്കൊന്നുകൂടെ പോയി നോക്കിയതാണ്. അതൊന്ന് നന്നായിട്ട് പഠിക്കണം ആ ടേബിൾ കേട്ടോ, അല്ലെങ്കിൽ തിരിഞ്ഞു പറഞ്ഞൊക്കെ പോകുന്നത്. അപ്പോൾ അരിവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത് എന്നായിരുന്നു? 1888. ആരാ പ്രതിഷ്ഠ നടത്തിയത്? ശ്രീനാരായണ ഗുരുവാണ്. ശിവപ്രതിഷ്ഠയാണ് നടത്തിയത്. ഓക്കെ, ഇനി എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകിയ ഗുരു ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനശാലകളും സ്ഥാപിച്ചു. അപ്പോൾ ഗുരു ക്ഷേത്രങ്ങൾ മാത്രമല്ല എന്ത് ചെയ്തത്, സ്ഥാപിച്ചത്, അതോടൊപ്പം വിദ്യാലയങ്ങളും വായനശാലകളും എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാകാനും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. അതായത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടിച്ച് ശക്തരാകുക എന്ന് പുള്ളി പറഞ്ഞിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടി. അപ്പോൾ അതിൻ്റെ ഒരു തീം, ഈ ആലുവയിൽ വിളിച്ച സർവമത സമ്മേളനത്തിൻ്റെ അതിൻ്റെ മെയിനായിട്ടുള്ള പ്രഖ്യാപനം എന്താണ്? വാദിക്കാനും ജയിക്കാനും ഒന്നുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ ഒരു സമ്മേളനം നടത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും. അപ്പോൾ മനുഷ്യ സ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും എല്ലാ മതത്തിലുമുള്ളവരെ സഹോദരങ്ങളാണ് എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അത് പരിപോഷിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തത്, നടന്നത്. ഓക്കെ, അതാണ് പറഞ്ഞെഴുതിയേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ആ ഒരു ലൈൻ ഓഫ് വർക്കിലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് പുള്ളി പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെന്ന്. ഓക്കെ, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. ഇനി നമ്മൾ ഇതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെന്നാണ്? ആദ്യം നമ്മൾ കേരളത്തിലുണ്ടായിരുന്ന കുറച്ച് പ്രസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞു. ഈ പ്രസ്ഥാനങ്ങളുടെ മുൻനിർത്തി പലതരത്തിലുള്ള സമരങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പലതരം സമരങ്ങളെ പറ്റിയാണ്, അല്ലെങ്കിൽ സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ പറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതിഷ്ഠ നടത്തുന്നു, അതെന്തിനു വേണ്ടിയാണ്? അവർണർക്കും ക്ഷേത്രകർമ്മങ്ങളിൽ പങ്കാളിയാകാമെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇനി പറയാൻ പോകുന്നത് എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത് വൈക്കം സത്യാഗ്രഹമാണ്. എന്നാണ്? 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. TK മാധവന്റെ നേതൃത്വത്തിൽ, TK മാധവൻ തന്നെ ഇതാണ് ആള്, TK മാധവൻ. ഓക്കെ, TK മാധവന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. അപ്പോൾ സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? അത് മന്നത്ത് പത്മനാഭനാണ്. ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? TK മാധവനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ സമരം അഥവാ വൈക്കം സത്യാഗ്രഹം 1924 നടക്കുന്നത്. ആ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടത്തുന്നതാണ് സവർണ ജാഥ. ഓക്കെ, ഈ സമരത്തെ തുടർന്നാണ് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ അവർണ ജാതിക്കാർക്ക് അനുവാദം ലഭിച്ചത്. അതായത് ഈ പറയുന്ന വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ നടക്കാൻ എന്തില്ലായിരുന്നു? നടക്കാൻ അല്ലെങ്കിൽ യാത്ര ചെയ്യാനുള്ള അനുവാദം അവർണർക്കില്ലായിരുന്നു. ആ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് TK മാധവന്റെ നേതൃത്വത്തിൽ 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഇതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട്, ഈ വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ഒരു സവർണ ജാഥ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സവർണ ജാഥയും അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും ഫലമായിട്ട് എന്ത് ലഭിക്കുന്നുണ്ട്? ആ പറയുന്ന വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ നടക്കാനുള്ള അവകാശം അവർണർക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് K കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നു. അതെന്നാണ്? 1931 എന്ത് നടക്കുന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. അതാരുടെ നേതൃത്വത്തിലാണ്? K കേളപ്പന്റെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. അതെന്തിനു വേണ്ടിയായിരുന്നു? ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക്, ഹിന്ദു എന്ന് പറയുന്ന ഒരു ജാതി പറയുമ്പോൾ തന്നെ അതിനകത്ത് പിന്നെ കുറേ സബ് ഡിവിഷനാണ്. അതിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യത്തില്ല? ക്ഷേത്രത്തിനകത്ത് പ്രവേശനം ഇല്ല. അപ്പോൾ എല്ലാ ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും പ്രവേശനം ലഭിക്കാൻ വേണ്ടിയിട്ട് K കേളപ്പന്റെ നേതൃത്വത്തിൽ നടത്തിയ സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അത് 1931 AK ഗോപാലനായിരുന്നു സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. അപ്പോൾ AK ഗോപാലനായിരുന്നു ആര്? വോളണ്ടിയർ ക്യാപ്റ്റൻ. ഈ സത്യാഗ്രഹത്തിൽ P കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. P കൃഷ്ണപിള്ള എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഒരുപാട് ക്രൂരമായ മർദ്ദനമേറ്റു. ഈ ജനകീയ സമരങ്ങളുടെ എല്ലാം ഫലമായാണ് 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ 1936 നവംബർ 12 ആ ഡേറ്റ് ഓർത്ത് വെച്ചേക്കണം. 1936 നവംബർ 12
എന്ത് നടക്കുന്നത്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ് നടന്നത്? 1931 നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം എന്തിനു വേണ്ടിയായിരുന്നു? ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് എല്ലാ ജാതിയിലും ഉൾപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടി കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ് എന്ത് നടന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. അതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനായിരുന്നു. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നീട് എന്ത് ചെയ്തത്? പി കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായ മർദ്ദനമേൽക്കുന്നത് ഈ പറയുന്ന എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. 1936 നവംബർ 12-ന് തിരുവിതാംകൂറിൽ എന്ത് സംഭവിക്കുന്നു? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കപ്പെടുന്നു. ഓക്കെ, തുടർന്ന് മദിരാശി ക്ഷേത്രപ്രവേശന വിളംബര പ്രകാരം മലബാറിലും കൊച്ചി രാജാവിന്റെ വിളംബര പ്രകാരം കൊച്ചിയിലും എല്ലാ വിഭാഗക്കാർക്കും ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പൊ തുടർന്ന് എന്ത് സംഭവിച്ചെന്നാണ് പറയുന്നത്? മദിരാശി ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാകുന്നു. അതുവഴി മലബാറിലും കൊച്ചി രാജാവിന്റെ വിളംബര പ്രകാരം കൊച്ചിയിലും എല്ലാ വിഭാഗക്കാർക്കും ആരാധനാ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അപ്പോൾ ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ വിളംബരം എന്ന് പറയുന്നത് എന്താണ്? ഈ ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അതിന് ശേഷമാണ് മറ്റ് പ്രദേശങ്ങളിൽ ഇത്തരം ക്ഷേത്രപ്രവേശന വിളംബരങ്ങൾ നടക്കുകയും എല്ലാ ജാതിക്കാർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും എന്ത് ചെയ്യുന്നത്? ആരാധനാ സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്യുന്നത്. ഓക്കെ അല്ലേടെ? കുഴപ്പമില്ലല്ലോ. ഇവിടെ ഒരു ബോക്സ് പോയായിരുന്നു, എന്താണെന്ന് വായിച്ചു നോക്കാം. ദൈവദശകവും ആത്മോപദേശ ശതകവും പുള്ളിയുടെ കൃതികളാണ് ഇത് രണ്ടും. ദൈവദശകത്തിന്റെ 100ാം വാർഷികമൊക്കെ കഴിഞ്ഞായിരുന്നു. അതെന്നായിരുന്നു? ഓ 100th anniversary of ദൈവദശകം, a prayer composed by Srinarayana Guru was celebrated in 2014-2015. വേരിയസ് ഇവൻറ്റ്സ് ഇൻക്ലൂഡിങ് കൾച്ചർ. അതായത് 2014-15 ഈ പറയുന്ന ദൈവദശകത്തിന്റെ 100ാം വാർഷികം ആചരിച്ചത്. ഓക്കെ, നോക്കാന്നുള്ളതായിരുന്നു. ഓക്കെ, ബാക്കി നോക്കാം. ദൈവദശകവും ആത്മോപദേശ ശതകവും എന്താണ്? ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ശ്രീനാരായണ ഗുരു 100 വർഷം മുമ്പ് രചിച്ച പ്രാർത്ഥനാഗീതമായ ദൈവദശകത്തിൽ നിന്നുള്ള വരികളാണിത്. എന്താണ്? ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. അത് ദൈവദശകത്തിലെ വരികളാണ്. ഇനി അടുത്ത എന്താണ്? അവനീവൻ എന്നറിയുന്നതൊക്കെയോർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയ പരന്ന് സുഖത്തിനായി വരേണം. ആത്മോപദേശ ശതകം 24ാം ശ്ലോകത്തിലുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ 2 കൃതികളാണ്. ഒന്ന് ആത്മോപദേശ ശതകവും ഒന്ന് എന്തുവാണ്? ഈ പറയുന്ന ദൈവദശകവും. ഓക്കെ, പേര് മാറിപ്പോയത്. ദൈവശതകവും അല്ല, ദൈവദശകവും ആത്മോപദേശ ശതകവും. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഇപ്പോൾ എവിടെ എത്തി? നമ്മൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിലെത്തി. 1936 നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്? തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. ഓക്കെ, ഇനി എന്താണ്? ദേശീയ പ്രസ്ഥാനം കേരളത്തിലുള്ള പ്രത്യേകിച്ചുള്ള കുറച്ച് ദേശീയ പ്രസ്ഥാനങ്ങളുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞത് ദേശീയ പ്രസ്ഥാനങ്ങളായിരുന്നോടെ? അല്ല, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് പ്രസ്ഥാനങ്ങളെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് എന്താണ്? സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്നുള്ള രീതിക്ക് ആ ഒരു ടൈറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറയാൻ പോകുന്ന ദേശീയ പ്രസ്ഥാനങ്ങളാണ്. ഭരണപരമായി ഏകീകരിക്കപ്പെടാതിരുന്നതിനാൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഏകീകൃത രൂപം കൈവന്നിരുന്നില്ല. അതായത് ഭരണപരമായിട്ട് ഒരു ഏകീകരണം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഏകീകരിച്ച രൂപം ഇല്ലായിരുന്നു. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയപ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡന്റുമാരിലൂടെ പരോക്ഷമായാണ് എന്ത് ചെയ്തത്? ഭരണം നടത്തിയത്. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. മലബാർ ബ്രിട്ടീഷിന്റെ അധീനതയിൽ വരുന്നുണ്ട്. മറ്റേ കൊച്ചിയും തിരുവിതാംകൂറും ഒക്കെ ബ്രിട്ടീഷിന്റെ എന്തുവാണ് അവരുടെ എന്തുവാണ് കപ്പം കൊടുത്ത് അവിടെ അവർ പറയുന്ന കണക്ക് ഭരണം നടത്താമെന്നവർ തീരുമാനത്തിലെത്തുകയാണ് ചെയ്തത്. അപ്പോൾ മലബാർ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തുന്നു. ഈ പറയുന്ന കൊച്ചിയിലും തിരുവിതാംകൂറിലും ഒക്കെ എന്താണ്? റെസിഡന്റുമാരിലൂടെയാണ് ഭരണം നടത്തിയിരുന്നത്. അതിനാൽ മലബാറിലെ പോലെ രാഷ്ട്രീയ സമരങ്ങൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും ശക്തമായിരുന്നില്ല. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ എന്താണ്? അവർക്ക് ഭയങ്കര രീതിക്കുള്ള വിദ്വേഷമാണ് ആ ഏരിയയിൽ. അവർ നികുതി വിലക്കുന്നതിനെതിരെ അവർ പ്രക്ഷോഭം നടത്തുന്നുണ്ട്, കർഷക സമരങ്ങൾ നടത്തുന്നുണ്ട്, മലബാർ ലഹള, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതിനാൽ മലബാറിലെ പോലെ രാഷ്ട്രീയ സമരങ്ങളൊന്നും എവിടെ നടക്കുന്നില്ല. ഈ കൊച്ചിയിലും തിരുവിതാംകൂറിലും ഒന്നും ശക്തമായിരുന്നില്ല. കാര്യം റെസിഡന്റുമാരാണ് എന്ത് ചെയ്തിരുന്നത്? അവിടെ ഭരണം നടത്തിയിരുന്നത്. ബ്രിട്ടീഷുകാർ നേരിട്ടല്ല ഭരണം നടത്തിയിരുന്നത്. ഇനി മലബാറിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, 1ാം ലോകയുദ്ധ കാലഘട്ടത്തിലാണ് മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായത്. മലബാറിലാണ് ആദ്യം ഈ പറയുന്ന
രാഷ്ട്രീയപരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, കാർഷിക പ്രശ്നങ്ങൾ, അതായത് കർഷകരുടെ ബന്ധപ്പെട്ടുള്ള സമരങ്ങളൊക്കെ വരുന്നത്. ഒന്നാം ലോക യുദ്ധത്തിന്റെ കാലഘട്ടത്തിലാണ് മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകുന്നത്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ സമ്മേളനം 1916 ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ പാലക്കാട് വെച്ച് നടന്നു. അപ്പോൾ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 1916 ആനി ബസന്റിന്റെ അധ്യക്ഷതയിലാണ് അത് നടക്കുന്നത്. എവിടെ വെച്ചാണ് നടന്നത്? പാലക്കാട് വെച്ചാണ് നടന്നത്. ഓക്കെ, ഏതായിരുന്നു? മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം 1916 പാലക്കാട് വെച്ച് ആനി ബസന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. ഓക്കെ, KP കേശവ മേനോൻ, ഇതാണ് ആള്, KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, അതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, അതുപോലെ K മാധവൻ നായർ, E മൊയ്തു മൗലവി, MP നാരായണ മേനോൻ എന്നിവരായിരുന്നു ഇക്കാലത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത്. അപ്പോൾ മലബാറിൽ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയായിരുന്നു? KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, അതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, K മാധവൻ നായർ, E മൊയ്തു മൗലവി, MP നാരായണ മേനോൻ, ഓക്കെ, എന്നിവരായിരുന്നു എവിടെ? മലബാറിലെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. എന്നിട്ട് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് എന്നായിരുന്നു? 1916 പാലക്കാട് വെച്ചാണ് നടന്നത്. ആനി ബസന്റിന്റെ അധ്യക്ഷതയിലാണ് നടന്നത്. ഓക്കെ, ഇനി എന്താ എഴുതിയേക്കുന്നത്? 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ അവസാനത്തെ കാര്യവും പറയുന്നുണ്ട്. 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ, അത് 1920 നടക്കുന്നത്, മഞ്ചേരിയിലാണ് നടക്കുന്നത്. അതിലവർ ചർച്ച ചെയ്ത വിഷയങ്ങൾ ഏതൊക്കെയായിരുന്നു? പരിഷ്കരണമുണ്ട്, കുടിയാൻ പ്രശ്നമുണ്ട്, അതുപോലെ ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങളെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഈ കഥ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമ്മുടെ ഗാന്ധിജിയും അലി സഹോദരന്മാരും തമ്മിൽ ഗ്രൂപ്പായിട്ടാണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനക്കാരും നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനവും ഒരേ സമയത്താണ് നടക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഗാന്ധിജി ഇന്ത്യയിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ ആദർശങ്ങളും അദ്ദേഹത്തിന്റെ ഐഡിയകളും ഒക്കെ പറഞ്ഞ് ജനങ്ങളിൽ എത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാലഘട്ടമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1920-22 കാലഘട്ടത്തിലാണ് ഇത് രണ്ടും നടക്കുന്നത്. അപ്പോൾ 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോട്ടെത്തി എന്ത് ചെയ്യുന്നു? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റായും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സെക്രട്ടറിയായും ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിക്കുന്നു. എവിടാണ്? ഇത് മലബാറിലത്തെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പറ്റി അവർ ചർച്ച ചെയ്യുന്നുണ്ട്. 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കൂടെ കോഴിക്കോട്ടെത്തി. കോഴിക്കോട് എന്ന് പറയുന്ന മലബാർ പ്രദേശമാണ്. അതുകൊണ്ട് ഈ മാപ്പ് കണ്ടോ? ഇതിൽ നാട്ടുരാജ്യങ്ങൾ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത് ഈ ഒരു സെക്ഷൻ ഇത്രയും മലബാർ റീജിയൻ ആണ്. ഇവിടെ കുറച്ച് ഭാഗം കൊച്ചി, ബാക്കി ഇങ്ങോട്ടുള്ള തിരുവിതാംകൂറുമാണ്. ഈ കൊച്ചിയും തിരുവിതാംകൂറും നാട്ടുരാജ്യങ്ങൾ റെസിഡന്റ് ഭരണത്തിന് കീഴിലാണ് വരുന്നത്. അതാണ് ഈ കളറിൽ കൊടുത്ത് വെച്ചേക്കുന്നത്. മുകളിലുള്ള മലബാർ റീജിയനാണ് ബ്രിട്ടീഷിന്റെ നേരിട്ടുള്ള ഭരണത്തിന്മേൽ വരുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഈ പറഞ്ഞ കോഴിക്കോട്ടെത്തി ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും എത്തുന്നത് 1920 എത്തിയിട്ട് ഈ പറഞ്ഞ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. പിന്നെന്താണ്? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റായും മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ് സെക്രട്ടറിയായും ഖിലാഫത്ത് കമ്മിറ്റി എവിടെ രൂപീകരിക്കുന്നു? മലബാറിൽ ഒരു ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിക്കുകയാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടു. അതേ തുടർന്ന് മലബാറിൽ പലയിടത്തും ബ്രിട്ടീഷുകാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ എന്ത് ചെയ്യുവാണ്? ശക്തിപ്പെടുവാണ്. അപ്പോൾ മലബാറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാരുമായിട്ട് നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു. ബ്രിട്ടീഷ് ഭരണമാണല്ലോ അവിടെ. അപ്പോൾ എന്നിട്ട് എന്ത് സംഭവിച്ചു? പിന്നീട് ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. അപ്പോൾ മെയിനായിട്ടുള്ള സ്ഥലങ്ങളാണ് പറയുന്നത്. ഏറനാടുണ്ട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ. മലബാറിലെ കർഷകർ മാപ്പിളമാരാണ്. അതുകൊണ്ട് മാപ്പിള കലാപങ്ങൾ എന്നും ഇതറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ സമരങ്ങളെ പൊതുവെ മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള കലാപം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 1921 ഇത് നടക്കുന്നത്. ഓക്കെ, 1921 നടക്കുന്നത്. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം മലബാർ റീജിയനിൽ ശക്തി പ്രാപിക്കുന്നു. ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഈ പ്രസ്ഥാനക്കാരുടെ ഏറ്റുമുട്ടൽ വീണ്ടും ശക്തി പ്രാപിക്കുന്നു. അങ്ങനെയാണ് ഇത് എന്തായിട്ട് മാറുന്നത്? ഇതൊരു
ഒരു എന്താണ് പൊതു കലാപമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ മാപ്പിളമാരുടെ പോരാട്ടങ്ങൾ, അതിനെയാണ് ഈ പറയുന്ന മാപ്പിള കലാപങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലബാർ കലാപം എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നിട്ട് എന്താ എഴുതിയേക്കുന്നത്, 1930കളിൽ നിയമലംഘന പ്രസ്ഥാനം മലബാറിൽ ശക്തമായി. അപ്പോൾ സമയം നോക്കണം, 1920, 21, 1922 വരെ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവുമാണ് നിന്നുകൊണ്ടിരുന്നത്. പിന്നീട് 1922 ചൗരി ചൗര സംഭവത്തിന് ശേഷം ഗാന്ധിജി എന്തു പറയുന്നുണ്ട്, നിസ്സഹകരണ പ്രസ്ഥാനം പുള്ളി അവസാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് വരുന്നത് 1930, അതായത് 1930 ആ ഒരു സമയത്തിലാണ് അതായത് എക്സാക്ട് പറയുമ്പോൾ 1929 ആ 1929 കൂടിയ ലാഹോർ സമ്മേളനത്തിൽ എങ്ങോട്ടാണ് ഗാന്ധിജി പറയുന്നത്, ഇനി നമുക്ക് എന്താണ്, പൂർണ്ണ സ്വരാജാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം, അതുപോലെ തന്നെ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ പോകുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് 1930 നമ്മൾ ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് കടക്കുന്നത്. ഓക്കെ, അതിൻ്റെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. 1930കളിൽ നിയമലംഘന പ്രസ്ഥാനം മലബാറിൽ എന്ത് ചെയ്തു, ശക്തമായി. എന്താണ് ആ പറയുന്ന 1930 ഗാന്ധിജി എന്ത് ചെയ്യുന്നു, ഉപ്പു സത്യാഗ്രഹം നടത്തുന്നു. അതേ സമയത്ത് തന്നെ എവിടെ നടക്കുന്നുണ്ട് ഇത്, നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത്, അതായത് ഉപ്പുണ്ടാക്കുന്നത് ആർക്കുള്ളതാണ്, സാധാരണ ചെറുകിട വ്യവസായികൾ ഉപ്പുണ്ടാക്കരുത് എന്ന് ബ്രിട്ടീഷുകാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് കമ്പനികളാണ് ഉപ്പിൻ്റെ മെയിനായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ്. അതുകൊണ്ട് വേറെ ആരും ഉപ്പുണ്ടാക്കരുത്, ബ്രിട്ടീഷ് കമ്പനിയിൽ തന്നെ എന്ത് വാങ്ങിക്കണം, ഉപ്പ് വാങ്ങിക്കണം എന്നായിരുന്നു അവരുടെ നിയമം. ആ നിയമത്തെ ലംഘിച്ചുകൊണ്ടാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്, ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുമായിട്ട് ചെന്ന് എന്ത് ചെയ്യുന്നത്, ഉപ്പ് കുറുക്കി അല്ലെങ്കിൽ കടൽ വെള്ളം കുറുക്കി ഉപ്പുണ്ടാക്കി എടുക്കുന്നത്. ആ നിയമലംഘനം എവിടെ നടക്കുന്നുണ്ട്, മലബാറിൽ നടക്കുന്നുണ്ട്. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലും മുഹമ്മദ് അബ്ദുറഹീമിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടും ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. അപ്പോൾ ഉപ്പ് നിയമ ലംഘനമാണ് നടത്തുന്നത്. അപ്പോൾ എവിടെ പയ്യന്നൂരിൽ ആരുടെ നേതൃത്വത്തിലായിരുന്നു, കെ കേളപ്പന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉപ്പ് കുറുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഉപ്പ് നിയമം ലംഘിക്കപ്പെടുന്നുണ്ട്. ഉപ്പ് നിയമം ലംഘിച്ച സത്യാഗ്രഹികളെ ബ്രിട്ടീഷ് പട്ടാളം ക്രൂരമായി മർദ്ദിക്കുകയും സമരക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും ചെയ്തു. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഈ പ്രക്ഷോഭത്തിനെതിരെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചടിക്കുന്നുണ്ട്. അതായത് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു, അവരെ ക്രൂരമായി മർദ്ദിക്കുന്നു, അങ്ങനെയുള്ള പരിപാടികളാണ്. ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്, അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. 1932 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത എന്താണ് പറയുന്നത്, വിദേശ വസ്തു ബഹിഷ്കരണവും മദ്യഷാപ്പ് പിക്കറ്റിങ്ങുകളും ഖാദി പ്രചാരണവും നിയമലംഘനത്തിന്റെ ഭാഗമായി നടന്നു. ഇത് നമ്മൾ പറഞ്ഞതാണ്. നമ്മുടേതല്ലാത്ത സാധനങ്ങൾ, അതായത് വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക, കോടതികളിൽ വക്കീലന്മാർ പോകാതിരിക്കുക, ഇംഗ്ലീഷ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ ആ സ്കൂൾ ഉപേക്ഷിച്ച് നമ്മുടെ സ്വദേശി സ്കൂളുകളിലേക്ക് വരിക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തിൻ്റെമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഈ പറയുന്ന സിവിൽ നിയമ ലംഘനവും പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നമ്മൾ പറഞ്ഞതാണ്. ആ സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കണം, അതുപോലെ മദ്യ നിരോധനവും പറയുന്നുണ്ട്. മദ്യഷാപ്പ് പിക്കറ്റിങ്ങുകളും ഖാദി പ്രചാരണം. അതായത് ഖാദി പ്രചാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ചർക്ക എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ച് നമ്മൾ തന്നെ നൂറ്റ് അതുപയോഗിച്ചുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുക, അല്ലാതെ വിദേശ വസ്ത്രം എന്ത് ചെയ്യുക, ബഹിഷ്കരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. നിയമലംഘനത്തിന്റെ ഭാഗമായി ഇങ്ങനെ പല പരിപാടികളും നടന്നിട്ടുണ്ട്. 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറി. 1934 എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന നിയമലംഘന പ്രസ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട്, പിൻവലിക്കുന്നുണ്ട്. 1934 നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചിട്ട് പിന്നീട് 1942 പിന്നെ അടുത്ത ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പല സെക്ഷൻസ് ആയിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചപ്പോൾ എന്ത് പറ്റി, കുറേ പേര് കേരളത്തിൽ, ഇത് കോൺഗ്രസ് ആയിരുന്നു ആദ്യം, അതായത് കേരളത്തിൽ കോൺഗ്രസ്, മലബാർ കോൺഗ്രസ് എന്ന് പറഞ്ഞാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും നേരം. അതെന്ത് ആയിട്ട് മാറുന്നു, അതിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒരു വിഭാഗം എന്തായിട്ട് മാറുന്നു, സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറി. ഓക്കെ, അവർ മാറുന്നു. നമ്മൾ ആദ്യം ഗാന്ധിജിയുടെ കഥ പഠിച്ച സമയത്ത് ഈ ചൗരി ചൗര സംഭവം മൂലം നിസ്സഹകരണ പ്രസ്ഥാനം നമ്മൾ പിൻവലിച്ച സമയത്ത് കുറേ പേർക്ക് എതിർപ്പുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പല പാർട്ടികളുണ്ടായി, പല ഇതുണ്ടായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞായിരുന്നു. അവിടെ ഇന്ത്യയിൽ ടോട്ടലി ഉണ്ടായെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ ഇപ്പോൾ എന്താണ്, ഈ നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചു 1934. അതുമൂലം കേരളത്തിൽ എന്തുണ്ടായി, സോഷ്യലിസ്റ്റ് പാർട്ടിക്കാർ ഉണ്ടായെന്നാണ് പറയുന്നത്. ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറി. 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രൂപപ്പെട്ടു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറിയത് 1939. ഓക്കെ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായും രൂപപ്പെട്ടു. ഇ എം എസ്, എ കെ ഗോപാലൻ,
പി കൃഷ്ണപിള്ള എന്നിവരായിരുന്നു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കാര്യമാണ് പറയുന്നത്. ആരൊക്കെയുണ്ട്? EMS ഉണ്ട്, AK ഗോപാലനുണ്ട്, പി കൃഷ്ണപിള്ളയുണ്ട്. ഈ AK ഗോപാലൻ ആരായിരുന്നു? നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു AK ഗോപാലൻ. അതുപോലെ പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന വ്യക്തി ആ ഒരു ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ വളരെയധികം മർദ്ദനമേറ്റ അല്ലെങ്കിൽ ഒരുപാട് പരിക്കേറ്റ ഒരു വ്യക്തിയായിരുന്നു വി കൃഷ്ണപിള്ള. നമ്മൾ ആ പിക്ചർ കണ്ടതാണ്. അപ്പോൾ അവരായിരുന്നു മെയിനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറിയത് 1939 ഓക്കെ. എന്നിട്ട് എന്താ പറ്റി? അവർ കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് ജന്മിത്വത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനുമെതിരെ സമരസജ്ജരായി. അപ്പോൾ ഇവരെന്ത് ചെയ്തു? കർഷകരെയും അതുപോലെ തന്നെ തൊഴിലാളികളെയൊക്കെ എന്ത് ചെയ്തു? സംഘടിപ്പിച്ചിട്ട് ജന്മിത്വത്തിനെതിരെയും അതുപോലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയും ഒക്കെ പ്രതികരിക്കാൻ തുടങ്ങി. കയ്യൂർ, അതുപോലെ മൊറാഴ, കരിവള്ളൂർ എന്നിവിടങ്ങളിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു. അവർ കയ്യൂർ സമരം, മൊറാഴ സമരം, അതുപോലെ കരിവള്ളൂർ സമരം എന്നൊക്കെ കേട്ടിട്ടില്ല. ഇതെല്ലാം കർഷകരുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളാണ്. കർഷക സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളാണ്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക, പാലങ്ങൾ തകർക്കുക, ടെലഗ്രാഫ് കമ്പനികൾ മുറിച്ചിടുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ മലബാറിൽ ഉണ്ടായി. അപ്പോൾ എന്താണ് അടുത്ത സെക്ഷൻ വരുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. 1942 കാലഘട്ടമായി. അപ്പോൾ അപ്പോഴത്തേക്ക് എന്തൊക്കെ നടത്തിയെന്നാണ് പറയുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് അവർ എന്ത് ചെയ്തു? സർക്കാരിന്റെ കെട്ടിടങ്ങൾ നശിപ്പിക്കുന്നുണ്ട്, പാലങ്ങൾ തകർക്കുന്നുണ്ട്, ടെലിഗ്രാഫ് കമ്പികൾ എന്ത് ചെയ്യുന്നുണ്ട്? മുറിച്ചു കളയുന്നുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം മലബാറിൽ നടക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. ഫറോക്ക് പാലം തകർക്കാൻ KB മേനോൻ, കുഞ്ഞിരാമ കിടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് 27 പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്തു. അപ്പോൾ കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത് ഇതാണ്. ഫറോക്ക് പാലം തകർക്കാൻ വേണ്ടിയിട്ട് KB മേനോനും അതുപോലെ തന്നെ ആരാണ്? കുഞ്ഞിരാമ കിടാവ് എന്ന് പറയുന്ന വ്യക്തിയുടെയും നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്ന് എന്ന് ആരോപിച്ചുകൊണ്ട് 27 പേരെ എന്ത് ചെയ്തു? ഈ പറയുന്ന കേസിൽ പ്രതി ചേർത്ത് ഒരു കേസ് ഉണ്ടാക്കി ഫയൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വന്ന ഒരു കേസാണ് കീഴരിയൂർ ബോംബ് കേസ്. ഓക്കെ. ഇനി എന്താണെന്ന് നോക്കാം. ഇവിടെ കുറച്ച് ബോക്സ് കിടക്കുന്നത് എന്താണെന്ന് വായിച്ചു നോക്കാം. പൂക്കോട്ടൂർ യുദ്ധം എന്താണ്? നിസ്സഹകരണവും ഖിലാഫത്തും ശക്തമായ മലബാറിൽ 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറയുന്നത്. അപ്പം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഈ പറയുന്ന പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടെയാണ് കലാപം ആരംഭിച്ചത്. അപ്പോൾ എന്തോ ചെയ്ത്? ഈ പറഞ്ഞ ഖിലാഫത്ത് പ്രസ്ഥാനം അവിടെ ശക്തി പ്രാപിച്ച സമയത്ത് ആണ് എന്താണ് ഈ 1921 കാലഘട്ടം. അപ്പോൾ ആ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ എന്ത് ചെയ്യുന്നു? മോഷണക്കുറ്റം ചുമത്തി ഈ പറയുന്ന ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതോടെയാണ് എന്ത് ആരംഭിക്കുന്നത്? ഈ കലാപം ആരംഭിച്ചത്. 3000-ലധികം ആളുകൾ പങ്കെടുത്ത കലാപം അമർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറെ പ്രയാസപ്പെട്ടു. യുദ്ധത്തിൽ 100 കണക്കിന് പേർ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിലൊരു യുദ്ധം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഈ ഒരു അറസ്റ്റാണ്. ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് ഇത്തരത്തിൽ പൂക്കോട്ടൂർ യുദ്ധം ആരംഭിക്കാൻ കാരണം. അത് 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന ഒരു പ്രധാന സംഭവമാണ്. ഓക്കെ. അടുത്ത എന്താണ്? ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് പറഞ്ഞ ഒരാളെ കാര്യം എഴുതിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്ന ഒരേ ഒരു മലയാളിയാണ് പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ. ഈ പുള്ളിയുടെ കാര്യം നമ്മൾ ഇതിന് മുമ്പ് എവിടെ വായിച്ചായിരുന്നല്ലേ? വായിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ടുള്ള ഒരേ ഒരു മലയാളിയാണ് ആര്? ഈ പറയുന്ന ചേറ്റൂർ ശങ്കരൻ. അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ടുള്ള ഒരേ ഒരു മലയാളിയാണ് പാലക്കാട്ടുകാരനായിട്ടുള്ള ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ 1897 കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഈ ചേറ്റൂർ ശങ്കരൻ നായരനായിരുന്നു. അമരാവതി സമ്മേളനമാണ്. ഓക്കെ. അദ്ദേഹം അധ്യക്ഷൻ അഥവാ പ്രസിഡന്റ് അദ്ദേഹം ആയിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗത്വം രാജിവെച്ചു. അപ്പം അദ്ദേഹം മറ്റ് പദവികളും വഹിച്ചിട്ടുണ്ട്. അതിൽ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം എന്ത് ചെയ്തു? രാജിവെച്ചു. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം ഗാന്ധിജിയും അരാജകത്വവും ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥം രചിച്ചു. അപ്പോൾ ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഈ പറയുന്ന ചേറ്റൂർ ശങ്കരൻ നായരാണ്. അദ്ദേഹം 1897 നടന്ന അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രസിഡന്റായി കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് ഗാന്ധിജിയും അരാജകത്വവും. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇവിടെ എന്താണ്? മലബാർ കലാപത്തെക്കുറിച്ചുള്ള പടപ്പാട്ട്. അതെന്തോ ഒരു
ഒരു എന്തോ ഒരു പാട്ട് പോലെ എഴുതി വെച്ചുവാണ്. അന്ന് 21 നമ്മൾ ഇമ്മലയാളത്തില് ഒന്നു ചേർന്നു വെള്ളയോടെതിർത്ത് നെല്ലെ മട്ടില് ഏറെ നാട്ടിൽ ധീരമക്കൾ ചോര ചിന്തിയ നാടിതിൽ ചീറിലും പീരങ്കികൾക്ക് മാറുകാട്ടിയ നാടിതിൽ വാരിയം കുന്നത്ത് വീര കുഞ്ഞഹമ്മദ് ആജിയും വാശി മൂത്തെ പൂപ്പരുടെ കൂടെ കൂട്ടമായിട്ടും. അതായത് ആ സമയത്തുള്ള ഒരു പടപ്പുറപ്പാട് പോലത്തെ ഒരു ടൈപ്പ് പാട്ടാണത്. നമുക്കുണ്ടാകുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നാണ് ഹേതു ഏറ്റ് മുട്ടുവാൻ, നമ്മുടെ കാശ് വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളുടെ നെഞ്ചിലാണോ കല്ല് കയറി വെച്ചത്, നമ്മളുടെ കൂട്ടാരെയാണോ സുബഹ് ഒന്നത്, മഞ്ചേരി നിന്നഞ്ചാറ് മൈല് ദൂരെ മോങ്ങത്തില് സഞ്ചരിക്കുന്നവർക്ക് കാണാറാകുമോ നിരത്തില് ചത്തുപോയ ഹിച്ച്കൊക്ക് സാഹിബിന്റെ സ്മാരകം, ചാത്തനെ കുടിവെച്ച പോലെ ആ ബലാലിൻ സ്മാരകം. പിന്നെ രാജസ്നേഹം വീറ് കൊണ്ട് ധീരരുണ്ടി നാട്ടില് രക്ഷ വേണമെങ്കില് മണ്ടിക്കോട്ടവർ ഇംഗ്ലണ്ടിലേക്ക്. ഹലോ, കേൾക്കുന്നുണ്ടായിരുന്നോ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്? കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലേ ചോദിച്ചിട്ട് കാര്യമുള്ളൂ. കേൾക്കുന്നുണ്ടായിരുന്നു കാണും. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ഹിച്ച്കോക്കിനെ കലാപകാരികൾ കൊലപ്പെടുത്തി. മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ഹിച്ച്കോക്കിനെ കലാപകാരികൾ കൊലപ്പെടുത്തി. ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തിന് ഒരു സ്മാരകം നിർമ്മിച്ചു. ഇത് പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് സമരത്തിൽ പങ്കെടുത്ത കമ്പളത്ത് ഗോവിന്ദൻ നായർ എഴുതിയ പാട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം അത് പൊളിച്ചു മാറ്റണം. അതാണ് ആ ഒരു ബലാലിന്റെ സ്മാരകം എന്നൊക്കെ പറയുന്നത്. ഈ പറയുന്ന ഹിച്ച്കോക്കിന്റെ സ്മാരകത്തെയാണ്. അത് പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം പറഞ്ഞത് മലബാറിലുണ്ടായ ദേശീയ പ്രസ്ഥാനത്തിന്റെ കാര്യമാണ്. മലബാർ കോൺഗ്രസ് ഉണ്ടാവുന്നു, പിന്നീട് അതെന്ത് ചെയ്യുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് രൂപപ്പെടുന്നു. അതിലെ പ്രധാന നേതാക്കളുടെ കാര്യം പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ക്വിറ്റ് ഇന്ത്യ സമരം വരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന കീഴറിയൂർ ബോംബ് കേസിന്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തിരുവിതാംകൂറിലോട്ട് പോവാം. തിരുവിതാംകൂർ എന്താ നടക്കുന്നത്? തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ ആരംഭം കുറിക്കുന്നത് 1891 മലയാളി മെമ്മോറിയലോട് കൂടിയാണ്. മലയാളി മെമ്മോറിയലോട് കൂടിയാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രക്ഷോഭം നടക്കുന്നത് 1891 ഓക്കെ. അപ്പോൾ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ G.P. പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മെമ്മോറാണ്ടം മഹാരാജാവിന് സമർപ്പിക്കുന്നു. അപ്പം ബാരിസ്റ്റർ G.P. പിള്ളയുടെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മലയാളി മെമ്മോറിയൽ മഹാരാജാവിന് സമർപ്പിക്കുന്നത്. ഇത് മലയാളി മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നു. 1896 ഡോക്ടർ പൽപ്പു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈഴവ മെമ്മോറിയലും മഹാരാജാവിന് സമർപ്പിക്കുന്നു. 1896 ഈഴവ മെമ്മോറിയൽ അത് സമർപ്പിക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിലാണ്. 1891 ആരുടെ നേതൃത്വത്തിലാണ്? അത് ബാരിസ്റ്റർ G.P. പിള്ളയുടെ നേതൃത്വത്തിലാണ്. എന്തിനായിരുന്നു മലയാളി മെമ്മോറിയൽ? തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് തന്നെ എന്ത് കൊടുക്കണം? മതിയായ പ്രാതിനിധ്യം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു എന്ത് ചെയ്തത്? ആ ഒരു മെമ്മോറിയൽ സമർപ്പിച്ചത്. അതേപോലെ ഈഴവ മെമ്മോറിയൽ എന്തിനായിരുന്നു? ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നത്? ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1896. ഓക്കെ. തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിന്റെ പേരിൽ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായ രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചു. അപ്പം അതിന്റെ ഇടയ്ക്ക് വന്ന വേറൊരു കാര്യമാണ് പറയുന്നത്. സ്വദേശാഭിമാനി എന്ന് പറയുന്നൊരു പത്രം ഉണ്ടായിരുന്നു. ആ പത്രത്തിന്റെ പത്രാധിപരായിരുന്നു ആര്? രാമകൃഷ്ണ പിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? നാട് കടത്തി. അതായത് ഈ ബ്രിട്ടീഷുകാരുടെ കാര്യങ്ങൾ എഴുതുന്നു, പത്രത്തിൽ എഴുതുന്നു. അതുപോലെ ഈ പറയുന്ന രാജാവിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പത്രത്തിൽ എഴുതുന്നു. അതൊന്നും സഹിക്ക വയ്യാതെ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? നാട് കടത്തുകയാണ് ചെയ്തത്. അത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. തിരുവിതാംകൂറിലുടനീളം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ വളർന്നു വന്നു. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ അനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുന്നു. അപ്പം 1932 എന്ത്? നിവർത്തന പ്രക്ഷോഭം. അതെന്തുമായി ബന്ധപ്പെട്ടതാണ്? ഈ പറയുന്ന
സർക്കാർ ഉദ്യോഗങ്ങളിലും അതുപോലെ തന്നെ നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായിട്ട് എന്ത് കൊടുക്കണം? സംവരണം നൽകണം. ജനങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ആണ് എന്ത് ചെയ്തത്? നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത് 1932 നടക്കുന്നത്. NB ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്തരവാദ ഭരണത്തിനായുള്ള ഈ സമരം നടന്നത്. അപ്പോൾ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഇത്തരത്തിലൊരു സമരം നടക്കുന്നത്. ആരുടെയൊക്കെ നേതൃത്വത്തിൽ? NB ജോസഫ്, PK കുഞ്ഞ്, അതുപോലെ C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത്. ഓക്കെ. 1938 പട്ടം താണുപിള്ള പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതോടെ തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാവാൻ തുടങ്ങി. അപ്പം തിരുവിതാംകൂറിൽ ഒരു സ്റ്റേറ്റ് കോൺഗ്രസ് അല്ലെങ്കിൽ ഒരു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്നത് രൂപം കൊള്ളുന്നത് 1938 ഓക്കെ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊള്ളുന്നു. അത് രൂപം കൊണ്ടതു അതിന്റെ പ്രസിഡന്റ് ആരാണ്? പട്ടം താണുപിള്ളയാണ് അതിന്റെ പ്രസിഡന്റ്. ഓക്കെ. ഇതോടുകൂടി തിരുവിതാംകൂറിൽ എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജ്ജമാകാൻ തുടങ്ങി. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന പുന്നപ്ര വയലാർ സമരത്തോടെ തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്തേക്ക് എന്ത് ചെയ്യുന്നു? കടന്നു വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നാണ് സർ CP രാമസ്വാമി അയ്യർ എന്ന് പറയുന്നത് തിരുവിതാംകൂറിന്റെ ദിവാനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരെ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകുന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ രൂപീകരണത്തോടെയാണ്. എന്നിട്ട് പിന്നീട് ഒരു 1946 വരെ വേണ്ടി വന്നു എന്താണ്? ഈ പറയുന്ന ദിവാന്റെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതികരിക്കാനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സമരങ്ങളിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിലാളികൾക്ക് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരാൻ വീണ്ടും സമയമെടുത്തിരുന്നു. ഓക്കെ. അത് 1946 നടന്ന പുന്നപ്ര വയലാർ സമരത്തിലൂടെയാണ് തൊഴിലാളികൾ എന്ത് ചെയ്യുന്നത്? രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ അവർ എന്ത് ചെയ്യുന്നത്? ഇടപെടുന്നത്. ഓക്കെ. ഒരു സമരം എന്നുള്ള രീതിയിൽ ഇടപെടുന്നത്. എന്താണ് പുന്നപ്ര വയലാർ എന്ന് പറഞ്ഞൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വായിച്ചു നോക്കാം. തിരുവിതാംകൂർ പൗരസ്വാതന്ത്ര്യം കൈവരിക്കുന്നതിനുള്ള സമരം തുടങ്ങിയിട്ട് കാലം കുറേയായി. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരസ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടിയുള്ളതായിരുന്നു. അപ്പോൾ പൗരസ്വാതന്ത്ര്യവും വേണം, അതുപോലെ എന്താണ്? ജനകീയമായിട്ടുള്ള ഭരണവും വേണം എന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുന്നപ്രയിലും വയലാറിലും എന്ത് ചെയ്തത്? തൊഴിലാളികൾ സമരം നടത്തിയത്. 1938 കടയ്ക്കലും പാങ്ങോടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ചതുപോലെ പുന്നപ്രയിലെയും വയലാറിലെയും കൂട്ടക്കൊലകളും സ്വാതന്ത്ര്യത്തിന്റെ വേഗം കൂട്ടുകയാണ് ചെയ്തത്. അപ്പം C കേശവന്റെ പ്രസംഗത്തിലുള്ളതാണത്. C കേശവൻ എന്ന് പറയുന്ന വ്യക്തിയും എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഈ പറഞ്ഞ നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. ഉത്തരവാദ ഭരണത്തിന് വേണ്ടി പോരാടിയ വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നതാണ് പുന്നപ്ര വയലാർ സമരത്തെ പറ്റി. അത് 1938 പൗരസ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടിയിട്ടാണ് തൊഴിലാളികൾ എന്ത് ചെയ്തത്? ഇത്തരത്തിലൊരു സമരം നടത്തിയത്. ഇതുപോലെ മറ്റ് സമരങ്ങൾ പലയിടത്തും നടന്നിട്ടുണ്ട്. ഇതുപോലെ പക്ഷേ ഈ പറയുന്ന പുന്നപ്രയിലും വയലാറിലും ഒരുപാട് കൂട്ടക്കൊലകളും അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. സമരം നടത്തുന്നു, ആ സമരത്തെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? അതിക്രൂരമായി അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് എന്ത് ചെയ്യും? കൊല്ലപ്പെടും. അങ്ങനെ പലതരത്തിലുള്ള കൂട്ടക്കൊലകളൊക്കെ നടന്നതും ഈ പറഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ വേഗം കൂട്ടുകയാണ് ചെയ്തതെന്നാണ് C കേശവൻ പറയുന്നത്. ഇവിടെ എന്താണ്? K രാമകൃഷ്ണപിള്ള എന്ന് പറയുന്ന നമ്മുടെ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു. അദ്ദേഹം എന്താണ് എഴുതിയിരിക്കുന്നത്? എൻ്റെ ദൈവം കല്ലും മരവുമല്ല, എൻ്റെ രാജാവ് അഴിമതിക്കാരനായ രാജസേവകന്മാരുമല്ല. എന്നെ നാടുകടത്തുന്ന രാജസേവകന്മാരുടെ പേരിൽ ഭക്തിയില്ലെന്ന കുറ്റത്തിനാണെങ്കിൽ ആ ശിക്ഷാ നിയമം ആ സേവകന്മാരുടെ മനോരാജ്യത്തിൽ ഉള്ളവയായിരിക്കാം. തിരുവിതാംകൂർ രാജ്യത്തിലെ ശിക്ഷാ നിയമപ്രകാരമായിരിക്കില്ല. അല്ലെങ്കിൽ തന്നെ നാടുകടത്തൽ, കാരാഗ്രഹം മുതലായ ശിക്ഷകളെ ഭയപ്പെടേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ എൻ്റെ രാജ്യത്തിലെ നിയമത്തെ ലംഘിക്കുന്നില്ല. ആ ശിക്ഷകളെ ഭയപ്പെടേണ്ടവർ കൊട്ടാരങ്ങളിൽ കൊലപാതകം ചെയ്തും സാധുജനങ്ങളുടെ ധനാപഹാരം ചെയ്തും യജമാനന്മാരെ ദ്രോഹിച്ചും ഈശ്വര സങ്കല്പത്തിന് വിരുദ്ധമായ മറ്റു അകൃത്യങ്ങൾ പ്രവർത്തിച്ചും പാപക്കുണ്ടിൽ പതിച്ചിരിക്കുന്നവരാണ്. അപ്പൊ എന്തോ പറയുന്ന പുള്ളി ഫുള്ള് ഭരണത്തിനെതിരെയാണ്. പുള്ളിയുടെ എന്താണ് ആ എഴുത്ത് കാണുമ്പോൾ അറിയാം. നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ഭരണത്തെയും വിമർശിക്കുന്നത് ആരാണ്? പൊതുവെ പത്രക്കാരാണ്. അവരാണ് കൂടുതൽ വിമർശിക്കുന്നത്. അവർക്ക് എന്തിനേയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അന്നത്തെ കാലത്ത് എന്താണ് അത്? അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന പത്രമാധ്യമങ്ങളല്ല കറൻലി ഉള്ളത്. എങ്കിലും അന്ന് കുറെ കൂടെ എന്തായിട്ട് അവർ ശക്തമായിട്ട്
അതിനെ വിമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ മീൻസ് അതിൻ്റെ പ്രത്യാഘാതം അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി അത് പുള്ളിയുടെ വാക്കുകൾ നമുക്ക് വ്യക്തമാണ്. ഞാനിവിടെ അഴിമതിക്കാരനായ ആ രാജാക്കന്മാരുടെ സേവകരൊന്നുമല്ല, ഞാനിവിടെ രാജ്യദ്രോഹപരമായി ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങളെന്നെ നാട് കടത്താനോ കാരാഗ്രഹവാസമാണ് തരുന്ന അങ്ങനെയൊക്കെ തന്ന് എന്നെ പേടിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് പേടിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ഒരു നിയമലംഘനം എന്ത് ചെയ്തിട്ടില്ല, നടത്തിയിട്ടില്ല. നിങ്ങളെ നിയമം ഇനി ഞാൻ ലംഘിച്ചെന്ന് പറയുവാണെങ്കിൽ അതെനിക്ക് മാറ്റർ അല്ല എന്നുള്ള രീതിക്കാണ് പുള്ളി എന്ത് ചെയ്തേക്കുന്നത്, സംസാരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ച് എന്ത് ചെയ്യുന്നു, നമ്മുടെ തിരുവിതാംകൂറിലെ കാര്യം എൻഡ് ചെയ്യുവാണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഏതായിരുന്നല്ലേ, അത് മലബാറിൻ്റെ കാര്യമായിരുന്നു. അത് 1900 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മലബാറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 1920 എന്നായിരുന്നല്ലേ കോൺഗ്രസ് രൂപീകരിച്ചത്. ഇവിടെ ഉണ്ടായിരുന്നല്ലേ, ഇവിടെ 1916 മലബാർ കോൺഗ്രസ് വരുന്നത്. പക്ഷേ തിരുവിതാംകൂർ ആയപ്പോഴത്തേക്ക് ഡേറ്റ് വീണ്ടും ലേറ്റ് ആയിരുന്നു. അത് മലബാർ മെമ്മോറിയലിൻ്റെ കാര്യം. കോൺഗ്രസ് രൂപീകരിക്കുന്ന ഡേറ്റ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, 1932 നിവർത്തന പ്രക്ഷോഭം. ഇവിടെ സ്റ്റേറ്റ് കോൺഗ്രസ് വരുന്നത് 1938. ഓക്കെ, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 1938 എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 1946 പുന്നപ്ര വയലാർ സമരത്തിലൂടെ തൊഴിലാളികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന രാഷ്ട്രീയ രംഗത്തേക്ക് ഇടപെടുന്നു, അല്ലെങ്കിൽ ജനാധിപത്യ രീതി വേണമെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് മുമ്പോട്ടേക്ക് വരുന്നത്. ആ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അടുത്ത ഇനി കൊച്ചിയിലെ കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മലബാർ പറഞ്ഞു, ആദ്യം മലബാറിലാണ്, പിന്നീട് തിരുവിതാംകൂർ, മിക്കവാറും ലാസ്റ്റ് ആയിരിക്കും കൊച്ചി വരുന്നത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പോയിരിക്കുന്നത്. അപ്പോൾ ദിവാനായ ഷൺമുഖം ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തോടെയാണ് കൊച്ചിയിൽ ഉത്തരവാദിത്ത ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. അപ്പം ഇലക്ട്രിസിറ്റി സമരം അതെന്നാണ് 1936 ഇലക്ട്രിസിറ്റി സമരം നടക്കുന്നത്. ദിവാനായിട്ടുള്ള ഷൺമുഖം ചെട്ടി എന്ത് ചെയ്യുന്നു, വൈദ്യുത വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചു. അതിനെതിരെ നടന്ന സമരമാണ് ഈ പറയുന്നത് ഇലക്ട്രിസിറ്റി സമരം. 1936 കൊച്ചിയിലാണ് നടക്കുന്നത്. അത് കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നതിന് കാരണമായി. എന്നാൽ തിരുവിതാംകൂറിലെ പോലെ കൊച്ചിയിൽ പ്രക്ഷോഭങ്ങൾ ശക്തമായിരുന്നില്ല. 1941 എസ് നീലകണ്ഠ അയ്യർ, VR കൃഷ്ണ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ ശേഷം രാഷ്ട്രീയ സമരങ്ങൾ ശക്തിപ്പെട്ടു. അപ്പോൾ 1941 അവിടെ ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്നാണ് ആ പ്രസ്ഥാനത്തിൻ്റെ പേര്. അതിന് നേതൃത്വം നൽകിയത് എസ് നീലകണ്ഠൻ അയ്യരും അതുപോലെ VR കൃഷ്ണൻ എഴുത്തച്ഛനുമാണ്. അവരുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു പ്രസ്ഥാനം രൂപീകരിച്ച ശേഷമാണ് അതെന്താവുന്നത്, ഈ രാഷ്ട്രീയ സമരങ്ങൾ കുറച്ചുകൂടെ എന്താവുന്നത്, ശക്തി പ്രാപിക്കുന്നത്. ഈ ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, കെ അയ്യപ്പൻ എന്നിവരായിരുന്നു കൊച്ചി രാജ്യ മണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടുള്ള ആൾക്കാരൊക്കെയാണ്, ഈ ഇക്കണ്ട വാര്യർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, പനമ്പള്ളി ഗോവിന്ദ മേനോനുണ്ട്, അതുപോലെ കെ അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അവർ ആണ് എന്ത് ചെയ്തത്, കൊച്ചി രാജ്യ മണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ മലബാർ കോൺഗ്രസ്, ഇവിടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്, അതിന് പട്ടം താണുപിള്ളയായിരുന്നു അതിൻ്റെ പ്രസിഡന്റ്. ഇവിടെ ഇപ്പം എസ് നീലകണ്ഠ അയ്യരുടെയും VR കൃഷ്ണൻ എഴുത്തച്ഛൻ്റെയും നേതൃത്വത്തിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡപം രൂപീകരിക്കുന്നത് 1941. അതിൽ പ്രവർത്തിക്കുന്ന മറ്റു വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഈ ഇക്കണ്ട വാര്യരുണ്ട്, പനമ്പള്ളി ഗോവിന്ദമേനോനുണ്ട്, കെ അയ്യപ്പനും ഉണ്ട്. ഓക്കെ, ഇനി എന്താണെന്ന് നോക്കാം. നമ്മുടെ നാട്ടിലെ സാമ്പത്തിക വ്യവസ്ഥ ഏറ്റവും അതൃപ്തികരമായ ഒന്നാണ്. ഒരു വശത്ത് കുബേരന്മാർ സുഖിക്കുകയും മറുവശത്ത് 80% ആളുകളും ദുരിതം അനുഭവിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ സാമ്പത്തിക വ്യവസ്ഥ കൊണ്ട് പട്ടിണിയും പരിവട്ടവുമായിട്ടാണ് നമ്മുടെ ആളുകൾ കഴിയുന്നത്. ഈ സാമ്പത്തിക വ്യവസ്ഥ മാറാതെ തിരുവിതാംകൂറിൽ ഒരു ഭരണകൂടത്തിനും ജീവിക്കാൻ സാധ്യമല്ല. ഒരു സ്ഥിതി സമീകരണം കൊണ്ട് മാത്രമേ സാമ്പത്തിക അവസ്ഥ മാറുകയുള്ളൂ. ഭാവി തിരുവിതാംകൂർ ഒരു സോഷ്യലിസ്റ്റ് തിരുവിതാംകൂർ ആയാൽ മാത്രമേ തിരുവിതാംകൂറിന് നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് മാറുന്നത് ഒരു രക്തത്തൊരിച്ചിൽ കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതു സാമ്പത്തിക നീതിയും സമാധാനപരമായിരിക്കണം. അവലംബം വർക്കല ക്ഷേത്ര മൈതാനത്ത് വെച്ച് കൂടിയ സ്റ്റേറ്റ് കോൺഗ്രസ് യോഗത്തിൽ മിസ് ആനി മസ്ക്രീൻ ചെയ്ത പ്രസംഗം. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങൾ സംസ്ഥാന പുരാരേഖ വകുപ്പ്, അതായത് പുരാവസ്തു വകുപ്പിൻ്റെ പഴയ പ്രസംഗങ്ങളുടെ ഗ്രൂപ്പിലുള്ളതാണ്. ആനി മസ്ക്രീൻ പറഞ്ഞ വാക്കുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്താണ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് സാമ്പത്തിക ചൂഷണത്തിന് നടുവിലാണ്. ഒരു കാശുള്ളവരെല്ലാം കുബേരന്മാരെ ജീവിക്കുന്നു, സാധാരണക്കാരെന്താണ് ദുരിതം അനുഭവിച്ച് ജീവിക്കുന്നുണ്ട്. ഇത് മാറാൻ വേണ്ടി എന്ത് ചെയ്യണം, ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു തിരുവിതാംകൂർ വരണം. അതിനുവേണ്ടി നമ്മളൊരു രക്തച്ചൊരിച്ചിൽ കൊണ്ടേ അത് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പുള്ളി എന്ത് പറയുവാണ്, ഒരു സമാധാനപരമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നേടിയെടുക്കാമെന്ന് പറയുന്നു. വർക്കല ക്ഷേത്ര മൈതാനത്ത് വെച്ച്
കൂടിയ സ്റ്റേറ്റ് കോൺഗ്രസ് യോഗത്തിൽ മിസ് ആനി മസ്ക്രിൻ നടത്തിയ പ്രസംഗത്തിൽ നിന്നുള്ള വാക്കുകളാണ് പറയുന്നത്. അതായത് ഇനി സ്ത്രീകളുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. ദേശീയ പ്രസ്ഥാനത്തിൽ സ്ത്രീകൾ എത്തരത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്, അവരുടെ സാന്നിധ്യം എത്രമാത്രം ഫലവത്തായിരുന്നു, അതിൻ്റെ കാര്യമൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും എന്താണ്? മുകളിൽ നൽകിയിരിക്കുന്ന പ്രസംഗത്തിന്റെ ഭാഗം ശ്രദ്ധിച്ചല്ലോ. സ്ത്രീകളും കേരളം ഒട്ടാകെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അവരുടെ രാഷ്ട്രീയ ബോധം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന കേരളത്തില് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട്. വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഐത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, ഖാദി പ്രചാരണം എന്നിവ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. അപ്പോൾ സ്ത്രീകൾ എല്ലാ മേഖലയിലും ഉണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെയാണ് വിദേശ വസ്ത്ര ബഹിഷ്കരണം ഉണ്ടായിരുന്നു, അതുപോലെ മദ്യഷാപ്പ് പിക്കറ്റിംഗ് ഉണ്ടായിരുന്നു, ഐത്തോച്ചാടനമുണ്ട്, ഹരിജനോദ്ധാരണമുണ്ട്, ഖാദി പ്രചാരണമുണ്ട്. ഇവ എല്ലാത്തിലും ആര് പങ്കാളികളായിട്ടുണ്ട്? സ്ത്രീകളും പങ്കാളികളായിട്ടുണ്ട്. ഇനി ഇതാണ് AV കുട്ടിമാളു അമ്മ, പിന്നെ അക്കമ്മ ചെറിയാനുണ്ട്, ആനി മസ്ക്രീൻ ഉണ്ട്. ആനി മസ്ക്രീൻ്റെ ഒക്കെ പ്രസംഗമാണ് ഈ ആദ്യം കൊടുത്തിരുന്നത്. ഓക്കെ, ബാക്കി വായിച്ചു നോക്കാം. 1931 കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ സമ്മേളനം ചേർന്നു. അപ്പം കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് 1931 എന്താണ്? വനിതാ സമ്മേളനം ചേരുകയാണ്. ഇത് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനമാണ് ആയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടക്കുന്നത് എവിടെയാണ്? വടകരയിലാണ്. വടകര സമ്മേളനം 1931 കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം. ഓക്കെ, മലബാറിൽ AV കുട്ടിമാളു അമ്മയും തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രിൻ തുടങ്ങിയവരും ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരാണ്. അപ്പം മലബാറിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഈ പറയുന്ന AV കുട്ടിമാളു അമ്മ. ഓക്കെ, അക്കമ്മ ചെറിയാനും അതുപോലെ തന്നെ ആനി മസ്ക്രിൻ എന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ ഈ പറഞ്ഞ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികളാണ്. ഓക്കെ, ഇനി കൗമുദിയെ പറ്റി ഗാന്ധിജി എന്താണെന്ന് നോക്കാം. ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി ഞാൻ വടകരയിൽ സംസാരിക്കുമ്പോൾ ആഭരണങ്ങൾ സംഭാവനയായി നൽകണമെന്ന് സ്ത്രീജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. പ്രസംഗം നിർത്തിയ ഉടനെ 16-കാരിയായ കൗമുദി എന്ന പെൺകുട്ടി പ്ലാറ്റ്ഫോമിലേക്ക് കയറി വന്നു. അവൾ കയ്യിലെ വള അഴിച്ചു തന്നുകൊണ്ട് എന്നോട് ഓട്ടോഗ്രാഫ് ആവശ്യപ്പെട്ടു. ഞാനത് നൽകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ അവൾ മറ്റേ വളയും അഴിച്ചു തന്നു. ഞാൻ പറഞ്ഞു, നീ 2 വളകളും എനിക്ക് തരണമെന്നില്ല. സ്വർണ്ണ നെക്ലേസ് ഊരിത്തന്നു കൊണ്ടാണ് അവൾ അതിന് മറുപടി പറഞ്ഞത്. അവൾ ആളുകളുടെ ആഹ്ലാദാരവങ്ങൾക്കിടെ തൻ്റെ കർണാഭരണങ്ങൾ കൂടി അഴിച്ചു തന്നു. ഈ ആഭരണങ്ങൾക്ക് പകരം ആഭരണങ്ങൾ വാങ്ങി അണിയേണ്ടതില്ലെന്ന് ഞാൻ കൗമുദിയെ ഓർമ്മിപ്പിച്ചു. നിന്റെ ത്യാഗം നീ ഉപേക്ഷിച്ച ആഭരണങ്ങളെക്കാൾ സത്യസന്ധമായ ആഭരണമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു എന്താണ് വടകരയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ ഇടയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു 16-കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റേജിലേക്ക് കയറി വരുന്നു. അവരുടെ പേരാണ് കൗമുദി. അവർ പടവാ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അവർ ആഭരണങ്ങൾ എല്ലാം എന്ത് ചെയ്യുന്നു? ഗാന്ധിജിക്ക് വേണ്ടി, ആ ഒരു പ്രക്ഷോഭത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ പ്രക്ഷോഭം നയിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഐക്യ കേരളത്തിലേക്ക് എന്താണ്? അതായത് കേരള സംസ്ഥാന പുനഃസംഘടനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമായിരിക്കും പറയാൻ പോകുന്നത്. നമുക്ക് വായിച്ചു നോക്കാം എന്താണെന്ന്. ഐക്യ കേരളത്തിലേക്ക് ഒരേ ഭാഷ സംസാരിക്കുന്നവരെങ്കിലും മലയാളികൾ 3 വ്യത്യസ്ത ഭരണമേഖലകളിലായി ഭിന്നിച്ചു കിടക്കുകയായിരുന്നു. ഒരേ ഭാഷ സംസാരിക്കുന്നു, സംസ്ഥാന പുനഃസംഘടന വരുന്നു, നമ്മളെല്ലാം കേരളമായിട്ട് മാറുന്നു. പക്ഷേ കേരളത്തിൽ അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? പല ഭാഷ സംസാരിക്കുന്ന വ്യക്തികളായിട്ടാണ് കിടക്കുന്നതെന്ന്. ഒരേ ഭാഷ സംസാരിച്ചിരുന്നുവെങ്കിലും മലയാളികൾ 3 വ്യത്യസ്ത ഭരണമേഖലകളിലായി പിന്നിക്കിടക്കുകയായിരുന്നു. ഭാഷ ഒന്നാണെങ്കിലും ഭരണതലം 3 ആയിരുന്നു. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിങ്ങനെയാണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് 1921 ഏപ്രിൽ 23 തൊട്ട് 26 വരെയാണ്. ഒറ്റപ്പാലത്ത് വെച്ചാണ് എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയാണ്? ഈ പറഞ്ഞ 1920 നാഗ്പൂർ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ എന്ത് പറയുന്നുണ്ട്? ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് പറയുന്നുണ്ട്. അതുമായി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. അപ്പോൾ 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശമാണ്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ആരാണ്? ടി പ്രകാശം. ഓക്കെ, അദ്ദേഹമായിരുന്നു ഈ പറഞ്ഞ 1921 ഏപ്രിൽ 23 തൊട്ട് 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഓക്കെ, ഇനി എന്താ എഴുതിക്കുന്നത് നോക്കാം.
തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. അപ്പോൾ ഈ ഒരു സമ്മേളനത്തിന് ശേഷമാണ് ഈ പറയുന്ന തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നത്. ഓക്കെ, ഇനി ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ പറയുന്നുണ്ട് എന്താണ്, ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് എന്ത് ചെയ്യണം, കേരളത്തെ പുനഃസംഘടിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. 1947 കേളപ്പന്റെ അധ്യക്ഷതയിൽ തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷനിലും സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം ആലുവയിൽ വെച്ച് ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയം പാസാക്കി. അപ്പോൾ 1947 കേളപ്പന്റെ നേതൃത്വത്തിൽ എന്താണ്, തൃശ്ശൂർ നടന്ന ഐക്യ കേരള കൺവെൻഷനിലും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം, അതായത് 1947 ആഗസ്റ്റ് 15 ശേഷം ആലുവയിൽ വെച്ച് നടന്ന ഐക്യ കേരള സമ്മേളനത്തിലും വെച്ചിട്ട് എന്ത് പറയുന്നുണ്ട്, ഐക്യ കേരള പ്രമേയം എന്ത് ചെയ്യുന്നുണ്ട്, പാസ്സാക്കിയിട്ടുണ്ട്. ഇതേ തുടർന്ന് 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. അപ്പോൾ 1949 ജൂലൈ 1 എന്ത് സംഭവിക്കുന്നത്, തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കുന്നത് 1949 ജൂലൈ 1. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കുമെന്ന് EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ് എന്ത്, 1.25 കോടി മലയാളികൾ എന്ന്. അതിനകത്താണ് ഈ പുള്ളി പറയുന്നത് എന്താണ്, മലയാളം സംസാരിക്കുന്നവർക്ക് വേണ്ടി കേരളം എന്നൊരു സംസ്ഥാനം രൂപീകരിക്കും. ഓക്കെ, ആ ഗ്രന്ഥത്തിന്റെ പേര് മറന്നു പോരുത്, 1.25 കോടി മലയാളികൾ. ഓക്കെ, ഇനി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിനായി പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1956 നവംബർ 1 എന്ത് രൂപീകരിക്കപ്പെട്ടു, കേരള സംസ്ഥാനം രൂപീകൃതമായി. 1956 നവംബർ 1 നമ്മൾ കേരളപ്പിറവി ദിനം എന്ന് പറഞ്ഞല്ലേ പറയുന്നേ, അതാണ് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു. ആദ്യം ഉണ്ടായ സംസ്ഥാനം ആന്ധ്ര സംസ്ഥാനമാണ്. നമ്മുടെ പോറ്റി ശ്രീരാമലു പുള്ളി നിരാഹാര സമരം കടന്ന് മരിച്ച് അതിനെ തുടർന്നാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, ഒരു ആന്ധ്ര സംസ്ഥാനം, തെലുങ്ക് സംസാരിക്കുന്നതിന് വേണ്ടി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നത്. അതിനുശേഷമാണ് 1953 അത് കഴിഞ്ഞ് 1956 എന്ത് ചെയ്യുന്നത്, മിക്കവാറും ഉള്ള എല്ലാ സംസ്ഥാനങ്ങളും ഏകദേശമൊക്കെ വരുന്നത്, കുറേയൊക്കെ വരുന്നത്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ചേഞ്ച് വന്ന് ഇവർ ഓരോ ഗ്രൂപ്പുകാർ എന്താണ് അവരുടെ ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി പുതിയ സംസ്ഥാനം വേണമെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അങ്ങനെ ഇപ്പം ലാസ്റ്റ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് ആന്ധ്രയും അതുപോലെ തന്നെ എന്താണ് പേര് പറഞ്ഞതല്ല തെലങ്കാനയായിട്ട് ഡിവൈഡ് ചെയ്തായിരുന്നു. അതിങ്ങനെ ഡിവിഷൻ എന്ത് വന്നുകൊണ്ടിരിക്കും. ഇനി എന്താണ്, തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു, അതായത് തമിഴ്നാടിന് കൊടുത്തെന്ന്. ഇനി തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. അപ്പം ഈ പറഞ്ഞ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന നടന്നപ്പോൾ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ എങ്ങോട്ട് കൊടുത്തു, മദിരാശി സംസ്ഥാനത്തിന് അഥവാ തമിഴ്നാടിന് കൊടുത്തു. അതുപോലെ തന്നെ കർണാടകയുടെ ഭാഗമായിരുന്ന കാസർഗോഡും ഹോസ്ദുർഗും കൂടെ എങ്ങോട്ട് വന്ന് കേരളത്തോട് ചേർക്കപ്പെട്ടു. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഇനി ബോക്സ് ഒന്നും വിട്ടിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ബാക്കി വെച്ച് നോക്കാം. ഐക്യ കേരള പ്രതിജ്ഞ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്തെന്നാണ്, 3 മുറിഞ്ഞു കിടക്കുമീ കേരളം ഒന്നാകുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം. ഈ 125 ലക്ഷം കരൾകളിൽ തുടുപ്പതി സത്യാക്ഷരങ്ങളാം 2.5 കോടി ബലിഷ്ഠ ഹസ്തങ്ങളീ ഉണ്ടായുധമേന്തുവാൻ ധൈര്യമുണ്ടെങ്കിൽ എതിർക്കിനി നിൽക്കട്ടെ ദൈവാധികാരവും സന്ധിപ്പഴമയും. ശക്തിയുണ്ടെങ്കിൽ എതിർക്കിനി നിൽക്കട്ടെ ധിക്കാര കാപട്യമർദ്ദന ശക്തികൾ. സ്വേച്ഛാധിപത്യം തകർത്തു ബഹുജന സ്വച്ഛന്ത വാഴ്ച നടപ്പാക്കുമെങ്ങു നാം. ഒറ്റ ജനസഭ, ഒറ്റ നീതിന്യായം, ഒറ്റ സർക്കാരിൻ ഈ കേരള ഭൂമിയിൽ. NV കൃഷ്ണവാര്യരുടെ ഒരു ഐക്യ കേരള പ്രതിജ്ഞ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുവാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമ്മുടെ ചാപ്റ്റർ എന്ത് ചെയ്യുന്നു, ഐക്യ കേരള പ്രതിജ്ഞയോടുകൂടി ചാപ്റ്റർ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കൊന്നുകൂടെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് പറയാം. ഇന്ന് തുടങ്ങിയ സെക്ഷനിൽ നമ്മുടെ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ എങ്ങനെയാണ് വന്നത്, അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യം ഒന്ന് പറഞ്ഞു നോക്കാം. പോയോ, ഇവിടെ തൊട്ടല്ലേ തുടങ്ങിയത്? ഒരു മിനിറ്റ്.
തുടങ്ങിയത് പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ മാറ്റങ്ങളുമാണ്. നമ്മൾ വിദ്യാഭ്യാസം നേടുന്നു, അതോടുകൂടി നമ്മൾ ഈ അനാചാരങ്ങളെയും അതുപോലെ തന്നെ എന്താണ് അസമത്വങ്ങൾക്കെതിരെയൊക്കെ പോരാടാൻ തീരുമാനിക്കുകയാണ്. അനാചാരങ്ങളൊക്കെ എന്ത് ചെയ്യണം, സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റേണ്ടവയാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ നമ്മൾ സാമൂഹിക പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നു. വൈകുണ്ഠസ്വാമി ആരംഭിച്ചത് എന്താണ്? സമത്വ സമാജം. ചട്ടമ്പി സ്വാമികൾ അങ്ങനെ ഒരു പ്രസ്ഥാനമായിട്ട് പറയുന്നില്ല. പുള്ളി കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്കും സമ്പന്നത്തിനും അതുപോലെ തന്നെ മരുമക്കത്തായ സമ്പ്രദായത്തിനും എതിരെയൊക്കെയാണ് പോരാടിയത്. ശ്രീനാരായണ ഗുരു SNDP ആണ്. കുര്യാക്കോസ് എലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ സ്ഥാപിക്കുന്നുണ്ട്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. കുമാര ഗുരുദേവൻ അഥവാ പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് പറഞ്ഞത്? സ്ത്രീകളുടെ പോരാട്ടം സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നു. 1959 ചാന്നാലഹള പറയുന്നു. ആ ചാന്നാലഹള മാറുമറയ്ക്കാൻ ഉള്ള അവകാശത്തിന് വേണ്ടി സ്ത്രീകൾ പോരാടുന്നു. ഒടുവിൽ ഉത്തരം തിരുനാൾ മഹാരാജാവിന് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകേണ്ടതായി നിർബന്ധിതനാവുന്നു. ഓക്കെ, പിന്നീട് 1888 800 ഓർക്കണേ, 1859 ഈ ചാന്നാർ സ്ത്രീകളുടെ പോരാട്ടം നടക്കുന്നത്. 1888 ശ്രീനാരായണ ഗുരു എന്ത് ചെയ്യുന്നു? അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി അവർണർക്കും ക്ഷേത്രകർമ്മങ്ങളിൽ പങ്കാളിയാകാമെന്ന് തെളിയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനകത്ത് അവിടെ അരുവിപ്പുറത്ത് എഴുതി വെച്ചേക്കുന്നതാണ്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവ്വതും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന് അരുവിപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം വിദ്യാലയങ്ങളും അമ്പലത്തോടൊപ്പം ക്ഷേത്രത്തോടൊപ്പം വിദ്യാലയങ്ങളും വായനശാലകളും എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടിച്ച് ശക്തരാകുക എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ആലുവ സർവ്വമത സമ്മേളനം എന്ന് പറഞ്ഞ് പുള്ളി എന്താണ് മനുഷ്യ സ്നേഹവും സർവ്വമത സാഹോദര്യവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പല മീറ്റിങ്ങുകളൊക്കെ വിളിച്ച് കൂട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ ക്ഷേത്രങ്ങൾക്ക് പുറത്തും ക്ഷേത്രങ്ങളിലേക്കുമുള്ള പ്രവേശന സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടത്തിയ പ്രക്ഷോഭങ്ങളുടെ കാര്യമാണ് പറയുന്നത് അതിനകത്ത്. ഓക്കെ, അപ്പോൾ 1924 വൈക്കം സത്യാഗ്രഹം നേതൃത്വം നൽകിയ TK മാധവനാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ആ ഒരു പരിസരത്തൂടെ നടക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഇതിനോട് അനുഭാവം പ്രകടിപ്പിച്ചാണ് മന്നത്ത് പത്മനാഭൻ സവർണജാഥ സംഘടിപ്പിക്കുന്നത്. ഇത് 1924 ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനത്തിന്റെ എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ലഭിക്കണം എന്ന് പറഞ്ഞ് കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് 1931 AK ഗോപാലനായിരുന്നു ഇതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അതിൽ P കൃഷ്ണപിള്ളയ്ക്ക് നല്ല രീതിക്ക് ക്രൂരമായ മർദ്ദനമേറ്റ ഒരു ജനകീയ പ്രക്ഷോഭമായിരുന്നു അത്. 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത് ഈ ഒരു സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. അതിനെ തുടർന്ന് പിന്നീട് മദുരാശി ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മലബാറിൽ പിന്നെന്താണ് കൊച്ചിയിലെ രാജാവിൻ്റെ വിളംബരവും നടക്കുന്നുണ്ട്. അങ്ങനെ ക്ഷേത്രങ്ങളിൽ അവർണർക്ക് എന്ത് ചെയ്യുന്നു? ആരാധനാ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എങ്ങനെയാണ് രൂപം കൊണ്ടതെന്നാണ് പറയുന്നത്. 3 റീജിയനായിട്ടാണ് പറയുന്നത്. ആദ്യം മലബാറിൽ പറയുന്നുണ്ട്. മലബാറിൽ 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത്. ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ പാലക്കാട് വെച്ചാണ് നടക്കുന്നത്. KP കേശവമേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്, K മാധവൻ നായർ, E മൊയ്തു മൗലവി, MP നാരായണ മേനോൻ എന്നിവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനകത്ത് പങ്കാളികളായിട്ടുണ്ട്. അവസാനം സമ്മേളനം 1920 മഞ്ചേരി നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അവർ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കൂടെ എവിടെ എത്തി? കോഴിക്കോട് എത്തുന്നുണ്ട്. എന്നിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് പിന്നീട് എന്താണ് സംഭവിച്ചത്? ഒരുപാട് രീതിയിൽ കലാപങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. കർഷക കലാപം, ഈ പറയുന്ന മലബാർ പ്രദേശത്തെ കർഷകരായിട്ടുള്ള മാപ്പിളമാർ ശക്തമായ രീതിയിൽ എന്ത് ചെയ്തു? പോരാട്ടങ്ങളിൽ ഏർപ്പെടുന്നു. അതിനെയാണ് മലബാർ കലാപം 1921 എന്ന് പറഞ്ഞ് പഠിച്ചത്. പിന്നെ എന്തുവാണ്? നിയമലംഘന പ്രസ്ഥാനം 1930കളിൽ ശക്തമായിരുന്നു. കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരും മുഹമ്മദ് അബ്ദുൽ റഹ്മാന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഉപ്പ് നിയമം ലംഘിക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം അറസ്റ്റ് വരിക്കുന്നുണ്ട്. അതുപോലെ 1934 നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിക്കുന്നു. അതോടെ എന്ത് ചെയ്യുന്നു? സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായിട്ട് മാറുന്നു കോൺഗ്രസിന്റെ ഒരു വിഭാഗം പ്രവർത്തകര്. അങ്ങനെ 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് രൂപപ്പെടുന്നു. EMS, AK ഗോപാലൻ, അതുപോലെ P കൃഷ്ണപിള്ള എന്നിവരൊക്കെ ഈ പറഞ്ഞ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കയ്യൂര്, മൊഴാറ, കരിവള്ളൂർ എന്നിവിടങ്ങളിൽ കർഷക സമരങ്ങൾ രൂപപ്പെടുന്നതിന്റെ കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കാര്യമാണ് പറയുന്നത്. അവിടെ മെയിനായിട്ട് മലബാർ ഏരിയ പറയുന്നത് കീഴരിയൂർ ബോംബ് കേസാണ്. ഫറോക്ക് പാലം തകർക്കാൻ വേണ്ടിയിട്ട് KB മേനോന്, കുഞ്ഞിരാമ
കിടാവ് എന്നിവരുടെയൊക്കെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞ് 27 പേരെ പ്രതിചേർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കേസ് ഫയൽ ചെയ്യുന്നു. അതാണ് ഈ പറയുന്ന കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ചേറ്റൂർ ശങ്കരനായരുടെ കാര്യം പറയുന്നുണ്ട്. 1987 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം. എന്താണ്, മലയാളിയാണ്, പാലക്കാട് സ്വദേശിയാണ്. ഇദ്ദേഹം ഗാന്ധിജിയും അരാജകത്വം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവുമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരുവിതാംകൂറിലേക്ക് വന്നു. 1891 എന്ത് ചെയ്തു, മലയാളി മെമ്മോറിയലോട് കൂടിയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. അതായത് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറിലെ ജോലിക്ക് തിരുവിതാംകൂറുകാർക്ക് സംവരണം കൊടുക്കണമെന്ന് പറഞ്ഞാണ് മലയാളി മെമ്മോറിയൽ കൊടുക്കുന്നത്. അത് ആരുടെ നേതൃത്വത്തിലാണ് കൊടുക്കുന്നത്, ആരുടെ നേതൃത്വത്തിലായിരുന്നു, ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിലാണ് കൊടുക്കുന്നത്. പിന്നീട് 1896 ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ഈരവ മെമ്മോറിയൽ സമർപ്പിക്കുന്നുണ്ട്. അതായത് ഈരവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അഡ്രസ് ചെയ്തിട്ടുള്ള ഒരു ഇതായിരുന്നത്. മീൻസ് ഒരു എന്താണ്, ഈഴവർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു മെമ്മോറിയലായിരുന്നു ഈ പറയുന്ന ഈഴവ മെമ്മോറിയൽ. 1896 ഡോക്ടർ പൽപ്പുവാണ് അതിന് നേതൃത്വം നൽകിയത്. പിന്നീട് നടന്നത് സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിട്ടുള്ള രാമകൃഷ്ണ പിള്ളയെ എന്ത് ചെയ്യുന്നുണ്ട്, നാട് കടത്തിയത് പല രീതിക്കുള്ള പ്രശ്നങ്ങളിലേക്ക് പിന്നീട് നയിച്ചിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലുമൊക്കെ ജനസംഖ്യ ആനുപാതികമായിട്ട് തന്നെ ആളുകളെ തിരഞ്ഞെടുക്കണം എന്നാവശ്യപ്പെട്ടിട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ ചേർന്ന് 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുന്നുണ്ട്. അതിനകത്ത് വരുന്ന മറ്റ് ആൾക്കാർ, പ്രമുഖരായിട്ടുള്ള ആൾക്കാർ NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം നടക്കുവാണ്. പിന്നെ 1938 പട്ടം താണുപിള്ള എന്താണ്, പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കുകയും അതിൽ പ്രസിഡന്റായിട്ട് പട്ടം താണുപിള്ള വരികയും ചെയ്തു 1938. പിന്നീട് CP രാമസ്വാമി അയ്യരുടെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന പ്രശ്നമാണ് ഈ പറയുന്ന പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. അതോടുകൂടി തൊഴിലാളികളും എങ്ങോട്ടേക്ക് വരുവാണ്, നമ്മുടെ സമരരംഗത്തേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുവാണ്. ഇനി നമ്മൾ കൊച്ചിയിലെ കാര്യമാണ് പിന്നെ പറഞ്ഞത്. കൊച്ചിയിൽ ആദ്യം നടക്കുന്ന സമരം 1936 ഇലക്ട്രിസിറ്റി സമരമാണ്. അതായത് ദിവാനായിട്ടുള്ള ഷൺമുഖം ചെട്ടി എന്ത് ചെയ്യുന്നു, വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിക്ക് കൊടുക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന സമരമാണ് 1934 ഇലക്ട്രിസിറ്റി സമരം. എന്നാൽ തിരുവിതാംകൂറിലെ പോലെ വലിയ പ്രക്ഷോഭമൊന്നും ശക്തമായിട്ടില്ലായിരുന്നു ഇവിടെ. 1941 S നീലകണ്ഠ അയ്യർ, VK കൃഷ്ണമെഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജപ്രജാ മണ്ഡലം രൂപീകൃതമായ ശേഷമാണ് എന്ത് ചെയ്തത്, സമരങ്ങൾ ശക്തിപ്പെടുന്നത്. ഈ ഇക്കണ്ടവാര്യരും പിന്നെ പനമ്പള്ളി ഗോവിന്ദൻ നായർ, K അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു കൊച്ചി രാജപ്രജാ മണ്ഡലത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അത് കഴിഞ്ഞ് ദേശീയ പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകൾ വന്ന കാര്യമാണ് പിന്നെ പറയുന്നത്. AV കുട്ടിമാളും അമ്മ മലബാർ ഏരിയയിൽ, അക്കമ്മ ചെറിയാനും ആനി മസ്കറിനും തിരുവിതാംകൂറിലുമാണ് എന്ത് ചെയ്തത്, പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത്. പിന്നെ ഒരു കൗമുദിയുടെ കാര്യം പറയുന്നുണ്ട്. പിന്നെ ഐക്യ കേരളത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരേ ഭാഷ സംസാരിക്കുന്നവർ കേരളത്തിലുണ്ട് എങ്കിലും കേരളത്തിന്റെ ഭരണം 3 തട്ടായിട്ടാണ് ഉണ്ടായിരുന്നത്. മലബാർ ഏരിയ, കൊച്ചി, തിരുവിതാംകൂർ, അങ്ങനെ 3 ആയിട്ട് തിരിഞ്ഞു. ഓക്കെ, അതിൽ കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം, അതായത് കേരള ഈ 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് പറയുന്നു. അതിൻ്റെ ബേസിക്സിൽ കേരളത്തിൽ ഒറ്റപ്പാലത്ത് വെച്ചിട്ട് 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നു. ആന്ധ്ര കേസരി എന്ന് പറയുന്ന T പ്രകാശായിരുന്ന സമ്മേളനത്തിൻ്റെ അധ്യക്ഷനെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന തിരുവിതാംകൂറും കൊച്ചി മലബാർ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് എന്ന് പറയുന്ന കമ്മിറ്റി നിലവിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 1947 കേളപ്പൻ്റെ അധ്യക്ഷതയിൽ തൃശ്ശൂർ വെച്ച് ചേർന്ന ഐക്യ കേരള കൺവെൻഷനിലും അതുപോലെ സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം ആലുവയിൽ വെച്ച് നടന്ന ഐക്യ കേരള സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയം പാസ്സാക്കുന്നുണ്ട്. ശേഷം 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കുകയാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി എന്ത് ചെയ്യുവാണ്, കേരളം രൂപീകരിക്കുമെന്ന് 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന ഈ EMSന്റെ കൃതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടന വേണമെന്ന് പറഞ്ഞ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട്. ഒടുവിൽ ആന്ധ്രയ്ക്ക് വേണ്ടി പോറ്റി ശ്രീരാമലു മരണപ്പെടുന്നു. അദ്ദേഹം നിരാഹാര സത്യാഗ്രഹം അനുഭവിച്ച് മരണപ്പെടുന്നു. അങ്ങനെ 1953 ആന്ധ്ര സംസ്ഥാനം ആദ്യമായിട്ട് രൂപപ്പെടുന്നു. അതിനുശേഷമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, മലബാർ, തിരുവിതാംകൂർ, കൊച്ചി നമ്മുടെ കേരളം രൂപീകൃതമാകുന്നത് 1956 നവംബർ 1 തിരുവിതാംകൂറിൻ്റെ ഭാഗമായിട്ടുള്ള തോവാള, അഗസ്തീശ്വരം, അതുപോലെ കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ ആർക്ക് കൊടുക്കുന്നു, മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുക്കുന്നുണ്ട്. തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗൊക്കെ ആർക്ക് കൊടുക്കുന്നുണ്ട്, കേരളത്തിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഈ ചാപ്റ്റർ എൻഡ് ചെയ്തത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ ലേണിംഗ് വിത്ത് മീ.